എല്ലാവർക്കും നമസ്കാരം. പ്രായോഗിക മലയാളം ക്രാഷ് കോഴ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാലാമത്തെ ബ്ലോക്കായിട്ടുള്ള വിവർത്തനമാണ്. വിവർത്തനം എന്ന നാലാമത്തെ ബ്ലോക്കിൽ 3 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പാഠഭാഗത്തു നിന്ന് മുൻകാലങ്ങളിൽ വന്ന ചില ചോദ്യങ്ങൾ നോക്കാം. അതിലൊന്നാണ് വിവർത്തകനുണ്ടായിരിക്കേണ്ട മുഖ്യമായ ഗുണം. നവീന തർജ്ജമ പഠനം തർജ്ജമക്കാരനെ ഉപമിക്കുന്നത് ആരോടാണ്? ഔട്ട് ഓഫ് ഹാൻഡ് എന്ന പ്രയോഗത്തിന് ഉചിതമായ മലയാള പരിഭാഷ. പദാനുപത തർജ്ജമയേക്കാൾ സ്വതന്ത്ര തർജ്ജമയാണ് ഭാഷയെയും സാഹിത്യത്തെയും പരിപോഷിക്കുന്നതെന്ന് പ്രസ്താവിച്ചതാര്? അതുപോലെ ലിപ്യന്തരണം വന്നാൽ എന്താണ്? റൊസാറ്റ ശാസനത്തിൻ്റെ സവിശേഷത എന്താണ്? അതേപോലെ സർഗാത്മക കൃതികളുടെ പരിഭാഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? തർജ്ജമ പഠനത്തിലെ നവീന പ്രവണതകളെക്കുറിച്ച് ഉപന്യസിക്കുക എന്നിവയാണ്. അപ്പോൾ വിവർത്തനം, തർജ്ജമ, ട്രാൻസ്ലേഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതെ, ഇത്തരത്തിൽ പല കാര്യങ്ങളും. അതുപോലെ സ്രോതഭാഷ എന്താണ്, ലക്ഷ്യഭാഷ എന്താണ്, അതൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും കേൾക്കുന്ന കാര്യമാണ് തർജ്ജമ, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിവർത്തനം എന്ന് പറയുന്നത്. സാധാരണ കവിതയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കവിത മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ കവിത മരിച്ചു എന്നാണ് പറയുക. അവിടെ മറ്റൊരു കവിതയാണ്, പുതിയൊരു കവിതയാണ് രൂപപ്പെടുന്നതെന്നാണ് പറയുന്നത്. ലോകത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട കൃതി അല്ലെങ്കിൽ പുസ്തകം എന്ന് വെച്ചാൽ ബൈബിളാണ്. നോവൽ എടുത്തു കഴിഞ്ഞാൽ ആൽക്കമിസ്റ്റാണ്. പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് ഏകദേശം 167 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകമായിരുന്നു. അത്രയും പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ NV കൃഷ്ണവാര്യരുടെ വിവർത്തനം എന്ന് പറയുന്ന ഒരു വിവർത്തനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്ന, വിവർത്തനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന, വിവർത്തകന് വേണ്ട യോഗ്യതകളെ കുറിച്ച് പറയുന്ന, വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു യൂണിറ്റാണിത്. ഇദ്ദേഹം നമ്മുടെ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വിവർത്തന പദ്ധതി തൊഴിലില്ലാത്തവർക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ക്യാമ്പ്. അപ്പോൾ ആ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്, അവിടെ ഉണ്ടായ ചില കാര്യങ്ങളാണ് ഈ ഒരു ലേഖനത്തിനകത്ത് പറയുന്നത്. അപ്പോൾ അദ്ദേഹം NV കൃഷ്ണവാര്യർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ആധുനിക കവികളിൽ ഒരാളാണ്. അദ്ദേഹം ബഹുഭാഷ പണ്ഡിതനായിരുന്നു, സാഹിത്യ ചിന്തകനായിരുന്നു, കുങ്കുമം, വാരികയുടെയും മാതൃഭൂമിയുടെയൊക്കെ മുഖ്യ പത്രാധിപരായിരുന്നു. മധുരയിൽ ദ്രാവിഡ ഭാഷാ സമിതിയിലെ സീനിയർ ഫെലോ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം കവിത, ആട്ടക്കഥ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കവി എന്ന രീതിക്കാണ് മുഖ്യമായി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ് കൃതികളിൽ കവിതകളെ കുറിച്ച് ചോദിക്കാൻ. അകം കവിതകളുണ്ട്, അക്ഷരം പഠിക്കുവാനുണ്ട്, അതുപോലെ നീണ്ട കവിതകൾ, കുറേ കൂടി നീണ്ട കവിതകൾ, കൊച്ചുതൊമ്മൻ, ഗാന്ധിയും ഗോഡ്സെയും, ചിത്രാംഗത എന്നൊരു ആട്ടക്കഥ എഴുതിയിട്ടുണ്ട്, ബുദ്ധചരിതം എന്നൊരു ആട്ടക്കഥ എഴുതിയിട്ടുണ്ട്. ഇത്തരം കൃതികൾ അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ വിവർത്തനത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാന കാര്യങ്ങളാണ് ബഹുഭാഷാ പണ്ഡിതനായിട്ടുള്ള NV കൃഷ്ണവാര്യർ ഈ ലേഖനത്തിനകത്ത് പ്രതിപാദിക്കുന്നുള്ളത്. വിവർത്തനത്തിൻ്റെ ആവശ്യകത എന്താണ്, വിവർത്തകന് വേണ്ട യോഗ്യതകൾ, വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിവർത്തനത്തിന് സഹായകമാകുന്ന ഉപകരണങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുള്ളത്. അതുപോലെ ലക്ഷ്യഭാഷ, സ്രോതഭാഷ, തെസാരസ് എന്ന് പറയുന്നത്, തെസാരസ് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. തെസാരസ് എന്ന വിജ്ഞാന നിഘണ്ടുവാണ് തെസാരസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അതും പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. എന്താണ് തെസാരസ് എന്ന് വെച്ചാൽ വിജ്ഞാന നിഘണ്ടുവാണ്. അപ്പോൾ നമ്മുടെ നവീന കാലത്ത് വിവർത്തനം എന്ന് പറയുന്നത് വലിയൊരു, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നെറ്റ്വർക്ക് എന്ന വലിയൊരു മേഖലയാണ്. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് സാഹിത്യ സംബന്ധമായതും ശാസ്ത്ര സംബന്ധമായതുമായിട്ടുള്ള പല കാര്യങ്ങൾ വിവർത്തനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യകതയാണ്. പല ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും ലോകത്തുള്ള എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സാഹിത്യകൃതികളും, അതിൽ ഈ ശാസ്ത്രലേഖനങ്ങളും ഒക്കെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് തൊഴിലില്ലാത്തവർ ബിരുദധാരികൾക്ക് തൊഴിൽ നൽകാൻ വേണ്ടിയിട്ട് ഒരു വിവർത്തന പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വിവർത്തനമായിട്ട് പെടുന്നതോട്ട് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അല്ലെ, വിവർത്തനം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് മാത്രമുള്ളൊരു കാര്യമാണ്. അല്ലെ, ഭാഷയെപ്പോലെ ജടിലവും സമർത്ഥവുമായിട്ടുള്ള, അല്ല, നമ്മൾ ആശയവിനിമയത്തിനുണ്ട് പല കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. ആംഗ്യം ഉപയോഗിക്കാറുണ്ട്,
ചില ശബ്ദങ്ങൾ ഉപയോഗിക്കാറുണ്ട്, പിന്നെ നിറങ്ങൾ ഉപയോഗിക്കാറുണ്ട്, പല കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് ആശയവിനിമയത്തിന്. എന്നാൽ ജടിലവും സമർത്ഥവുമായിട്ടൊരു ആശയാവിഷ്കരണ വിനിമയ മാധ്യമം ഭാഷയെപ്പോലെ മറ്റൊന്നുമില്ല. അത് മനുഷ്യവർഗത്തിന് മാത്രം ഉള്ള ഒരു ശേഷിയാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഭാഷകളുണ്ട്. ലോകത്തെ എല്ലായിടത്തും വ്യത്യസ്തമായ ഭാഷകളുണ്ട് അല്ലേ? ഭാഷകൾ മനുഷ്യന്മാരെ ഒന്നിപ്പിക്കുന്നതിനെ സഹായിച്ചപ്പോൾ തന്നെ എന്താണ്, ഭാഷകളെ ആശയങ്ങളെ പരസ്പരം അനഭിഗമ്യമാക്കി തീർക്കുക വഴി ജനതയെ ഭിന്നിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ? ചൈനീസുകാരൻ ചൈനീസാണ് സംസാരിക്കുന്നത്, പിന്നെ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, പോർച്ചുഗീസുകാർ പോർച്ചുഗീസ് ഭാഷയാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിൽ പല ദേശത്തും പല ഭാഷകളാണുള്ളത്. അപ്പം ഇത്തരത്തിൽ നമ്മൾ മനുഷ്യന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് മാറി അല്ലെങ്കിൽ പല ഭാഗത്തേക്ക് പല കാരണങ്ങൾ കൊണ്ട് പോവേണ്ടി വന്നു. അങ്ങനെ ഈ പോയ സമയത്ത് അവർക്ക് എന്താണ്, ഗാഠസമ്പർക്കം പുലർത്താനാവാതെ വിശ്വാസത്തിലും ആചാരത്തിലും ഒക്കെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വ്യത്യസ്തമായ ഭാഷകളുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ എഴുത്തും വായനയും ഒക്കെ രൂപപ്പെട്ടു. ഭാഷകൾ വളരെ വേഗത്തിൽ പരിണാമത്തിന് വിധേയമായി. അത്തരത്തിൽ ഈ പറയുന്ന ഭാഷയിൽ നിന്ന് ഒരു ഭാഷയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മറ്റൊന്നിലേക്ക് പകർത്തുക അല്ലെങ്കിൽ മറ്റൊരു ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്ക് അത് മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിവർത്തനങ്ങൾ വന്നിട്ടുള്ളത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യകാലത്തുള്ള വിവർത്തകർ എവിടെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ, അതായത് ഇപ്പോൾ കേരള കർണാടക ബോർഡറിൽ താമസിക്കുന്നവർക്ക് മലയാള ഭാഷയും കന്നഡ ഭാഷയും അറിയാം. അല്ലെങ്കിൽ തമിഴ്നാട് കേരള അതിർത്തിയിൽ താമസിക്കുന്നവർക്ക് തമിഴും മലയാളം അറിയാം. അപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ അവർക്ക് ഒന്നിലധികം ഭാഷകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത്തരം അതിർത്തി പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ്, ഇവർക്കിടയിലാണ് ആദ്യകാലത്ത് വിവർത്തകരുണ്ടായത് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ പറയുന്ന കച്ചവട ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മതപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടി ആവിഷ്കരിക്കപ്പെട്ട ലിപി സമ്പ്രദായം വ്യാപകമായിട്ട് പ്രചരിച്ചതോടു കൂടിയിട്ടാണ് വ്യത്യസ്ത ഭാഷകളിൽ ഗ്രന്ഥ സന്ദർഭങ്ങൾ എഴുതാനും അവയെ താരതമ്യപ്പെടുത്താനും അവസരം ലഭിച്ചെന്ന് കൂടി കാണാൻ പറ്റും. അപ്പോൾ ഈ വിവർത്തനത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിന് ഒരു 3000 വർഷങ്ങൾക്ക് മുമ്പ് അസീറിയയിൽ സാർഗോൺ ചക്രവർത്തിയുടെ ശാസനങ്ങളുടെ വിവർത്തനത്തെയാണ് ലോകത്തിൻ്റെ ആദ്യത്തെ വിവർത്തനങ്ങളായിട്ട് കണക്കാക്കുന്നുള്ളത്. അതായത് ക്രിസ്തുവിന് 3000 വർഷങ്ങൾക്ക് മുമ്പ് അസീറിയയിലെ സാർഗോൺ ചക്രവർത്തിയുടെ ശാസനങ്ങളെയാണ് ആദ്യത്തെ വിവർത്തനമായിട്ട് പറയുന്നുള്ളത്. അസീറിയൻ അല്ലാത്ത ഭാഷ സംസാരിക്കുന്ന വിശാലമായ അസീറിയൻ സാമ്രാജ്യത്തിലെ ജനവിഭാഗങ്ങൾക്കായിട്ടാണ് ഈ ശാസനങ്ങൾ വിവർത്തനം ചെയ്യപ്പെട്ടെന്ന് കാണുന്നത്. അതുപോലെ തന്നെ ക്രിസ്തുവിന് 2100 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോൺ ഭരിച്ചിരുന്ന ഹമ്മുറാബിയുടെ ശാസനങ്ങൾ പല ഭാഷകളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ ക്രിസ്തുവിന് 2 നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള റൊസേറ്റ ശാസനമാണ് നിലവിലുള്ള ഏറ്റവും പഴയ വിവർത്തന മാതൃക. അത് ഓർത്തു വെക്കുക. നിലവിലുള്ള ഏറ്റവും പഴയ വിവർത്തന മാതൃക എന്ന് പറയുന്നത് റൊസാറ്റ ശാസനമാണ്. ക്രിസ്തുവിന് 2-ാം നൂറ്റാണ്ട് പിന്നെ മുമ്പ് എഴുതപ്പെട്ട ശാസനം. ആ റൊസാറ്റ ശാസനത്തിൽ ഹീറോഗ്ലിഫിക്, അത് ഈജിപ്ഷ്യൻ ലിപിയാണ്. അതുപോലെ ഡെമോട്ടിക്, ഈ 2 തരം ഈജിപ്ഷ്യൻ ലിപികളിൽ എഴുതപ്പെട്ട സംഗതികൾ തന്നെ ഗ്രീക്ക് ഭാഷയിൽ അലേഖിതമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ 2 തരം ലിപികളിൽ 2 തരം ഭാഷകളിൽ റൊസാറ്റ ശാസനങ്ങൾ എഴുതി കാണാൻ വേണ്ടി പറ്റും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബൈബിളാണ് ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ടൊരു പുസ്തകം. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ വിവർത്തനത്തിനൊരു ചട്ടയും പാരമ്പര്യവും ഏർപ്പെടുത്തിയത് ബൈബിൾ തർജ്ജമകൾ വഴിയാണെന്ന് കാണാൻ പറ്റും. ബൈബിൾ പഴയ നിയമം എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ്. അപ്പോൾ ഹീബ്രു അറിയാത്ത ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് പഴയ നിയമത്തിൻ്റെ തർജ്ജമകൾ ഗ്രീക്ക് ഭാഷയിലുണ്ടായി. അപ്പോൾ ഈ തർജ്ജമകൾ മിക്കതും ഗ്രീക്ക് മൂലത്തെ, അതായത് ഗ്രീക്കിലുണ്ടായ ബൈബിളിനെ അക്ഷരം പ്രതി അനുസരിക്കുന്നവയായിരുന്നു. അപ്പോൾ എന്താ, ഓരോ ഭാഷയ്ക്ക് ഓരോ തരം ശൈലിയുണ്ട്. അപ്പോൾ ഗ്രീക്ക് ഭാഷയുടെ ശൈലിയുമായിട്ട് ഈ ഹീബ്രു ഭാഷയിൽ എഴുതിയത് അതേപോലെ എഴുതിയ സമയത്ത് യോജിച്ചില്ല. ചിലപ്പോൾ അത് ഒരു നിഗമനം ലേഖകൻ പറയുന്നത് ഒരുപക്ഷെ അക്കാലത്തിലെ അവിശ്വാസികൾക്ക് മനസ്സിലാവരുതെന്ന ഒരു വിശ്വാസത്തോടെ വിവർത്തന ശൈലി മനഃപൂർവ്വം ക്ലിഷ്ടമാക്കിയതാവാന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗ്രീക്ക് ഭാഷയിലുള്ള മിക്ക ഗ്രന്ഥങ്ങൾക്കും ലാറ്റിൻ ഭാഷയിൽ തർജ്ജമ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 2400-നടുത്ത് ഗ്രീക്ക് ഇതിഹാസമായിട്ടുള്ള ഹോമറിൻ്റെ
ഒഡീസി ലാറ്റിൻ ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഗ്രീക്ക് നാടകങ്ങൾ, പ്ലേറ്റോവിൻ്റെ കൃതികൾ. പ്ലേറ്റോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വലിയ ഗ്രീക്ക് സൈദ്ധാന്തികനൊക്കെ ആയിരുന്നു പ്ലേറ്റോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ, ബൈബിള്, പുതിയ നിയമമൊക്കെ ലാറ്റിൻ നിന്ന് ഗ്രീക്കിലേക്കും വിവർത്തനം, പരസ്പരം ഗ്രീക്കിൽ നിന്ന് ലാറ്റിനിലേക്കും ലാറ്റിൻ നിന്ന് ഗ്രീക്കിലേക്കും പരസ്പരം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്രിസ്തുവിന് പിൻപ് 4-ാം ശതകത്തിൽ സെയിൻറ്റ് ജാറാം എഴുതിയ ബൈബിൾ വിവർത്തനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കൃതിയാണ്. അത് ഈ ഒരു വിവർത്തനം പറഞ്ഞാൽ ഈ പറഞ്ഞ പദാനുപദമോ അല്ലെങ്കിൽ അക്ഷരാനുമോ ആ രീതിയിലേക്കല്ല, മറിച്ച് എന്താണ്, ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വിവർത്തനമാണ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായൊരു വിവർത്തനമാണ് സെയിൻറ്റ് ജാറാം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശാസ്ത്രീയ രീതിയിലുള്ള വിവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നുണ്ട്. സെയിൻറ്റ് ജാറാമിനെയാണ് ശാസ്ത്രീയ രീതിയിലുള്ള വിവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിന് പിൻപ് 8, 9, 10 ശതകങ്ങളിൽ അറബികൾ സംസ്കൃതത്തിൽ നിന്ന് അംഗഗണിതം, അതുപോലെ ജ്യാമിതി, തർക്കശാസ്ത്രം, സംഗീതം, വൈദ്യശാസ്ത്രം, രസതന്ത്രം മുതലായിട്ടുള്ള പല വിഷയങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ സ്വഭാഷയിലേക്ക് പകർത്തിയെന്ന് കാണാൻ പറ്റും. സുശ്രുത സംഹിതയും ചരക സംഹിതയും പഞ്ചതന്ത്രവും മഹാഭാരതത്തിലെ ഏതാനും ഭാഗങ്ങളും ഇത്തരത്തിൽ അറബികൾ സംസ്കൃതത്തിൽ നിന്ന് അവരുടെ ഭാഷയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്രിസ്തുവിന് ശേഷം 830 ഖലീഫ അൽ മാമൂൻ ബാഗ്ദാദിൽ വിവർത്തനത്തിനുള്ള ഒരു പണ്ഡിത സംഘത്തെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാരതീയമായിട്ടുള്ള പ്രാചീന വിജ്ഞാനത്തിന് പാശ്ചാത്യർക്ക് ആദ്യമായിട്ട് ലഭിച്ചത്, ഭാരതീയരുടെ ഈ പറയുന്ന ഒരു പ്രാചീന വിജ്ഞാനം ആദ്യമായിട്ട് ലഭിക്കുന്ന അറബികളുടെ വിവർത്തനങ്ങളിലൂടെ എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ മാർട്ടിൻ ലൂതർ ലാറ്റിനിൽ നിന്ന് ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിള് വിവർത്തനം ചെയ്യപ്പെട്ടതോടു കൂടിയിട്ടാണ് വിവർത്തനത്തിൽ പുതിയൊരു യുഗം ആരംഭിച്ചെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ക്ലാസിക് ഭാഷയാണ് സംസ്കൃതം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ വിവർത്തനങ്ങൾ കുറവാണ്. സംസ്കൃതത്തിൽ ഇങ്ങനെ കുറച്ച് വിവർത്തനങ്ങളേ ഉള്ളൂ. ഇപ്പോൾ പ്രാകൃതത്തിലെ സംസ്കൃത വിവർത്തനം ഛായ എന്ന പേരിൽ നാടകങ്ങളിൽ അതാതിടങ്ങളിൽ ചേർത്തതും വിവർത്തനമായിട്ട് കണക്കാക്കേണ്ടി പറ്റും. ഛായ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, അതായത് സംസ്കൃത വിവർത്തനങ്ങളിൽ ശ്രദ്ധേയം പൈശാചി ഭാഷയിൽ എഴുതപ്പെട്ട ഹുണാഡിയൻ്റെ ബൃഹത് കഥയുടെ സംക്ഷേപമായ ബൃഹത് കഥാമഞ്ജരിയും കഥാസരിസാഗരമാണ്. അപ്പോൾ സംസ്കൃത നാടകങ്ങളിൽ സ്ത്രീകളും നീചകഥാപാത്രങ്ങളും സംസാരിക്കുന്ന പ്രാകൃതത്തിൻ്റെ സംസ്കൃത വിവർത്തനം ഛായ എന്ന പേരിൽ നാടകങ്ങളിൽ അതാതെടുത്ത് ചേർത്തിട്ടുണ്ട്. അതിന് വിവർത്തനമായിട്ട് കണക്കാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പാശ്ചാത്യരുമായിട്ടുള്ള സമ്പർക്കം ഭാരതീയ ഭാഷകളിൽ വിവർത്തനത്തെ വളരെയധികം പ്രോത്സാഹിച്ചെന്ന് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം വിവർത്തനം ഒരു പ്രൊഫഷനായിട്ട് മാറിയെന്ന് കാണാൻ പറ്റും. എന്താണ് കാരണം, ഇപ്പോൾ പല സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഭാഗമായിട്ട് ടൂറിസം വന്നു. അപ്പോൾ ടൂറിസം വൻകിട വ്യവസായമായി. അത് ഈ പറയുന്ന പല ദേശങ്ങളിൽ പെടുന്ന ആളുകൾ പലയിടത്തേക്കും പരസ്പരം സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ അതേസമയത്ത് തന്നെ ആധുനിക വിജ്ഞാനവും അതിൻ്റെ വളർച്ച, സാങ്കേതിക വിദ്യകളുടെ വളർച്ച, പിന്നെ വൻകിട രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരം, ഇതൊക്കെ വിവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചു. കാരണം എന്താണ്, ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്ത് രാജ്യക്കാർക്ക് പോകണമെങ്കിൽ അവിടുത്തെ ഭാഷ അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരെ സ്വീകരിക്കേണ്ട അതിഥികളെ സ്വീകരിക്കണം, അവരുടെ ഭാഷത്തെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, അവരുടെ സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അതിന് പുസ്തകങ്ങൾ വായിക്കണം. അപ്പോൾ അവിടെയെല്ലാം ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടെ വിവർത്തനങ്ങൾക്കും പ്രാധാന്യം ഇറങ്ങി. ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ പ്രചാരത്തിൽ വന്നതോടുകൂടി അല്ലേ ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നത്, അല്ല നമുക്കൊരു കാര്യം അറിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇപ്പോൾ AI വന്നുകൊണ്ട് കുറച്ചും കൂടി വ്യക്തമായി നല്ല രീതിയിലേക്കുള്ള വിവർത്തനം ലഭിക്കാൻ സാധിച്ചു. അപ്പോൾ എന്താണ് വിവർത്തനം? നിഘണ്ടു പ്രകാരം ഒരു പദത്തിൻ്റെയോ വാക്യത്തിൻ്റെയോ ഗ്രന്ഥ സന്ദർഭത്തിൻ്റെയോ അർത്ഥം മറ്റൊരു ഭാഷയിൽ ആവിഷ്കരിക്കുന്നതാണ് വിവർത്തനം. ഏത് ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്യുന്നുവോ ആ ഭാഷയെ സ്രോതഭാഷ എന്നും ഏത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നുവോ ആ ഭാഷയെ ലക്ഷ്യഭാഷ എന്ന് പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് സ്രോതഭാഷ, എന്താണ് ലക്ഷ്യഭാഷ? നമ്മളിപ്പോൾ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാണ് വിവർത്തനം ചെയ്യുന്നത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സ്രോതഭാഷയാണ്. അല്ല, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കാണെങ്കിൽ മലയാളം എന്ന് പറയുന്നത് സ്രോതഭാഷയാണ്, ഇംഗ്ലീഷാണ് ലക്ഷ്യഭാഷ. ഏത് ഭാഷയിൽ നിന്നാണോ വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷയെ സ്രോതഭാഷ എന്നും ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യപ്പെടുന്നത് ആ ഭാഷയെ ലക്ഷ്യഭാഷ എന്ന് പറയുന്നു. അപ്പോൾ സങ്കീർണമായിട്ടുള്ള ഒരു ആശയ സംരചനകൾ ആവിഷ്കരിക്കുന്ന ഒരു ഭാഷയിലെ വാക്യങ്ങളുടെയോ ഗ്രന്ഥഭാഗങ്ങളുടെയോ അർത്ഥം അതിവ്യാപ്തിയോ അവ്യാപ്തിയോ കൂടാതെ മറ്റൊരു ഭാഷയിൽ പകർത്തുക എന്ന് പറയുന്നത് പ്രയാസമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ബഷീറിൻ്റെ ഒരു കൃതിന മറ്റൊരു ഭാഷയിലേക്ക് പകർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഒരു വിവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നെന്താണ്, സ്രോതഭാഷയിൽ ആവിഷ്കരിക്കപ്പെടുന്ന ആശയങ്ങളെ കഴിയുന്നത്ര ഏറ്റക്കുറച്ചിൽ കൂടാതെയും ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന രീതിയിലും ലക്ഷ്യഭാഷയെ ആവിഷ്കരിക്കുന്നതിനുള്ള പ്രയത്നമാണ് വിവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ
ഷെല്ലിയുടെ ഓഡിറ്റു സ്കൈലാർക്ക് എന്നൊരു കവിത ഉണ്ട്. ഓഡിറ്റു സ്കൈലാർക്ക് എന്ന കവിതന വാനമ്പാടി ഓട് എന്ന പേരിലാണ് വൈലോപ്പിള്ളി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തലക്കെട്ടിൽ പോലും ഈ ഓട് എന്ന സാധനം ഇവിടെയും വരുന്നുണ്ട്. വാനമ്പാടി ഓട് എന്ന പേരിലാണ് അത് എഴുതുന്നുള്ളത്. അതുപോലെ നിങ്ങൾ കടമ്മനിട്ടയുടെ ഒരു കവിത വിവർത്തനം എന്താണ്, മനോഹരം അല്ലേ, മനോഹരം മഹാവനം ഇരുണ്ടഗാതമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ, അനക്കമറ്റു നിദ്രയില്ല ഇപ്പതിനു മുൻപിലായി നമുക്ക് അതീവ ദൂരമുണ്ട് അവിശ്രമം നടത്തുക. എനിക്കൊന്ന് ഫോറസ്റ്റിൻ്റെ കവിതയാണത്, അതിൻ്റെ വിവർത്തനമാണ്. പക്ഷെ അത് മലയാളത്തിൽ അത്ര ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ലക്ഷ്യഭാഷയിൽ ആവിഷ്കരിക്കുന്നതിനുള്ള ഒരു പ്രയത്നത്തെയാണ് വിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര നല്ല വിവർത്തനം നടത്തണമെങ്കിൽ ഈ പ്രയത്നത്തിന് ആവിഷ്കരിക്കുന്ന ഭാഷയുടെ ശൈലിക്ക് ഇണങ്ങാൻ കഴിയുന്നത്ര സമാനത ഉണ്ടായിരിക്കുക ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ പദത്തിൻ്റെ സമാനമായ അർത്ഥമായിരിക്കില്ല. അതായത് ഓരോ സന്ദർഭത്തിന് അർത്ഥ വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഓരോരോ പദവും സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന വ്യത്യാസം വരും. ഒരേ അർത്ഥം അല്ലെങ്കിൽ ഒരേ കാര്യത്തിന് തന്നെ ഒന്നിലധികം അർത്ഥം വരും. ആ സന്ദർഭത്തിനനുസരിച്ച് മാറ്റം വരാം. അപ്പോൾ ഒരു വിവർത്തകന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ശ്രോതഭാഷ എന്നത് മനസ്സിലായിട്ടുണ്ടാവും, ലക്ഷ്യഭാഷ എന്നത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഏത് ഭാഷയിൽ നിന്നാണോ വിവർത്തനം ചെയ്യുന്നത് അത് ശ്രോതഭാഷയും, ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യുന്നത് അത് ലക്ഷ്യഭാഷയാണ്. അപ്പോൾ ഈ രണ്ടിലും വലിയ വ്യത്യാസങ്ങളില്ലാതെ രണ്ടിൻ്റെയും പ്രതിപാദന രീതിക്ക് അനുസരിച്ച് കൊണ്ടായിരിക്കണം വിവർത്തനം ചെയ്യേണ്ടത്. അപ്പോൾ വിവർത്തകന് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളെന്ന് പറയുന്നത് ശ്രോതഭാഷയിലും ലക്ഷ്യഭാഷയിലും നല്ല പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. അത് ഏറ്റവും പ്രധാനമാണ്. രണ്ട് ഭാഷയിലും നല്ല പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. അതുപോലെ പ്രതിപാദിക്കുന്ന വിഷയത്തിൽ അഗാധമായിട്ട് ജ്ഞാനം വേണം. അപ്പോൾ ഒരു വിവർത്തകന് ഉണ്ടാക്കേണ്ട ഏറ്റവും മുഖ്യമായ ഗുണം എന്ന് പറയുന്നത് വിശ്വാസ്യത അഥവാ സത്യസന്ധതയാണ്. അതായത് ഏത് കൃതിയാണോ വിവർത്തനം ചെയ്യുന്നത് ആ മൂലത്തോട് അങ്ങേയറ്റം കൂറ് പുലർത്തുന്നവനായിരിക്കണം വിവർത്തനം എന്ന് പറയുന്നത്. ഈ മൂലത്തിലുള്ള കാര്യങ്ങൾ, അതായത് മൂലകൃതിയിലുള്ള കാര്യങ്ങൾ വിട്ട് കളയുകയോ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അതുപോലെ എന്താണ്, മൂലത്തിലെ തെറ്റുകൾ അടിക്കുറിപ്പുകളിലൂടെ ചൂണ്ടിക്കാണിക്കുക. മൂലത്തിലെ ഇപ്പോൾ തെറ്റുകൾ ഉണ്ടാവുക എല്ലാം ശരിയാവണമെന്നില്ല, അതിന് അടിക്കുറിപ്പുകളിലൂടെ ചൂണ്ടിക്കാണിക്കുക. അത്യാവശ്യമില്ലാത്ത ചില ഭാഗങ്ങൾ ഉണ്ടാവുക മൂലത്ത്, അത് വിട്ട് കളയുകയും അസ്പഷ്ടതകൾ വിശദീകരിക്കുക, അസ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുക, സ്പഷ്ടമല്ലാത്ത കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുക. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവർത്തകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂലഗ്രന്ഥകാരനോട് പരമാവധി നീതി പുലർത്തണം എന്നതാണ്. അതുപോലെ ഇപ്പോൾ വികാരപ്രധാനമായിട്ടുള്ള ഇപ്പോൾ സർഗാത്മക രചനകൾ, അത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഒരു സർഗാത്മക രചനകൾ സർഗാത്മകൃതിയുടെ പരിഭാഷകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ വികാരപ്രധാനമായിട്ടുള്ള കവിത, കഥ, നോവൽ മുതലായവയും വിചാരപ്രധാനമായിട്ടുള്ള ശാസ്ത്ര മാനവിക വിഷയങ്ങളും തർജ്ജമ ചെയ്യുമ്പോൾ വിഷയത്തിനനുസരിച്ച് കൊണ്ട് ഭാഷാശൈലിയിൽ വ്യത്യാസം ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ല, ഒരു കവിത വിവർത്തനം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കഥ വിവർത്തനം ചെയ്യുന്നത് പോലെ അതേപോലെ നോവൽ വിവർത്തനം ചെയ്യുന്നത് പോലെ ഒരിക്കലും ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വിവർത്തനം ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഹ്യൂമനിസവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വിവർത്തനം ചെയ്യാൻ പറ്റൂല. അത് ആ വിഷയത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് കൊണ്ട് ഭാഷാശൈലി വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. അത് ഏത് ഭാഷയിലേക്കാണോ വരുത്തുന്നത് ആ ഭാഷയുടെ സ്വഭാവത്തിനനുസൃതമായി കൊണ്ട് വേണം അത് ചെയ്യേണ്ടത്. അപ്പോൾ വികാരപ്രധാനമായ കൃതികളിൽ ഉള്ളടക്കത്തെക്കാൾ രൂപം പ്രധാനമായതിനാൽ പദാനുപദ വിവർത്തനത്തെക്കാൾ ഉചിതം. അതായത് ഈ പറയുന്ന കവിത, നോവൽ മുതലായവ വികാരത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അവിടെ ഉള്ളടക്കത്തിനേക്കാൾ രൂപത്തിനാണ് പ്രാധാന്യമുള്ളത്. കവിതയുടെ ഉള്ളടക്കത്തിനല്ല രൂപത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് അർത്ഥപ്രത്യാർത്ഥ വിവർത്തനമോ ഖണ്ഡികാനുഖണ്ഡികമോ വിവർത്തനം ആയിരിക്കും. എന്താണ്, അതിന് അതേപോലെ പദാനുപദ വിവർത്തനം നടത്തൂല. മറിച്ച് എന്താണ്, കഥയും കവിതയും വിവർത്തനം ചെയ്യുമ്പോൾ പദത്തിന് അതേപോലെ എടുത്തില്ല, അതിൻ്റെ ആശയമോ അല്ലെങ്കിൽ അർത്ഥമോ മാത്രമായിരിക്കും വിവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനോഹരം മഹാവനം ഇരുണ്ടഗാതമെങ്കിലും എന്ന രീതിയിലേക്ക് വരുന്നത്. ഓഡിറ്റു സ്കൈലാർക്ക് എന്ന് പറഞ്ഞ പിന്നെ വാനമ്പാടിയോടെ ഒന്നാവുന്നത്. എന്നാൽ പിന്നെ മൂലകൃതി എന്ന് പറഞ്ഞാൽ വളരെ ഉദാത്തമായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിപ്രാചീനമോ അല്ലെങ്കിൽ ഗ്രാമ്യ ഭാഷ, ഗ്രാമത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചു കൊണ്ടുള്ളതാകുന്ന സമയത്ത് വിവർത്തനത്തിൻ്റെ ഭാഷയിലും വ്യത്യാസം വരുത്തണം. അപ്പോൾ ഇക്കാര്യത്തിൽ ഔചിത്യം ഉണ്ടായിരിക്കണം. ആർക്ക്? വിവർത്തന ഔചിത്യം ഉണ്ടായിരിക്കണം. അപ്പോൾ വിവർത്തനം ഉണ്ടായിരിക്കുന്ന മറ്റൊരു ഗുണമാണ് ഒന്ന് വിശ്വാസ്യത, സത്യസന്ധത, ഔചിത്യം ഉണ്ടായിരിക്കണം. ശ്രോതഭാഷയിൽ ലക്ഷ്യഭാഷയിലും നല്ല പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. പ്രതിപാദിക്കുന്ന വിഷയത്തെക്കുറിച്ച് അഗാധമായ ജ്ഞാനം ആവശ്യമുണ്ട്. അതുപോലെ മൂലഗ്രന്ഥത്തോട് പരമാവധി നീതി പുലർത്തുന്നവരായിരിക്കണം വിവർത്തനം എന്ന് പറയുന്നത്. ആ വിവർത്തന ഔചിത്യത്തിനനുസരിച്ച് കൊണ്ട് വേണം വിവർത്തനത്തിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ശ്രോതഭാഷയിൽ ശൈലികളുണ്ട്, പഴഞ്ചൊല്ലുകളുണ്ടെന്ന് കരുതാം. അപ്പോൾ അതിന് തുല്യമായ ലക്ഷ്യഭാഷയിൽ കണ്ടിട്ടില്ലെങ്കിൽ ഏറെക്കുറെ സമാനാർത്ഥങ്ങളായിട്ടുള്ള ശൈലികളും പഴഞ്ചൊല്ലുകളും കണ്ടെത്തി പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ ശ്രോതഭാഷയിലെ ശൈലികളും പഴഞ്ചൊല്ലുകളും അല്പം വികസിപ്പിച്ച് അർത്ഥബോധം ഉളവാക്കുകയാണ് വേണ്ടതെന്ന് കാണാൻ പറ്റും.
അപ്പോൾ ഇതും വിവർത്തകൻ്റെ ഔചിത്യ ദീക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുള്ള രംഗമാണെന്ന് കാണാൻ പറ്റും. അപ്പം മൂലകൃതി വിചാരപ്രധാനമാണെങ്കിൽ പദാനുപദ വിവർത്തനമാണ് ഉചിതം. അതായത് ഇപ്പോൾ മൂലകൃതി സയൻസാണ്, ബയോളജിയുമായിട്ട് അല്ലെങ്കിൽ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട കൃതിയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിയൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട കൃതിയാണ്. അപ്പോൾ അവിടെ പദാനുപദ വിവർത്തനമാണ് ഉചിതം എന്ന് പറയുന്നത്. പദങ്ങൾ ആ പദത്തിന് തുല്യമായ പദം മറ്റൊരു ഭാഷയിൽ നിന്ന് എടുത്തുകൊണ്ട് എഴുതുന്നതാണ് പദാനുപദ വിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ വിവർത്തനം ആരെ ഉദ്ദേശിച്ചാണ് എഴുതുന്നത് കൂടി. ഇപ്പോൾ നമ്മൾ വിവർത്തനം ചെയ്യുന്നത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മുതിർന്നവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് വേണ്ടിയാണ്. അപ്പോൾ ആരെ ഉദ്ദേശിച്ച് എഴുതുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വിവർത്തനത്തിൽ. അപ്പോൾ ഭാവാനുഭാവം, വാദം, അല്ലെങ്കിൽ വിപുലനം, രൂപാന്തരണം തുടങ്ങിയ വിവർത്തനത്തിലെ ഭേദങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക, വിവർത്തനം ചെയ്യുക ആളുകളനുസരിച്ചിട്ട്. അപ്പോൾ ഒരു ചോദ്യം വരാം, വിവർത്തനം എന്ന് പറയുന്നത് ഏത് ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്? അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് അഥവാ പ്രയുക്ത ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു വിഭാഗമാണ് വിവർത്തന ശാസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭാഷാശാസ്ത്രത്തിൽ വിഭാഗങ്ങളായിട്ടുള്ള സ്വനവിജ്ഞാനമുണ്ട്, രൂപവിജ്ഞാനമുണ്ട്, അർത്ഥവിജ്ഞാനമുണ്ട്, വാക്യവിന്യാസം എന്നിവയൊക്കെ വിവർത്തനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്രോതഭാഷാ പദങ്ങളിൽ ലിപികളുടെ ഉച്ചാരണം ശരിക്കും മനസ്സിലാക്കിയിട്ട് അതേ ഉച്ചാരണമോ അതിനോട് അടുത്ത ഉച്ചാരണമോ നൽകുന്ന ലക്ഷ്യഭാഷാ ലിപികളിൽ ആ പദങ്ങൾ എഴുതുക എന്ന പ്രക്രിയക്കാണ് ലിപ്യന്തരണം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ലിപ്യന്തരണം? ലിപ്യന്തരണം എന്ന് പറഞ്ഞാൽ സ്രോതഭാഷാ പദങ്ങളിലെ ലിപികളുടെ ഉച്ചാരണം ശരിക്കും മനസ്സിലാക്കിയിട്ട് അതേ ഉച്ചാരണമോ അതിനോട് ഏറ്റവും അടുത്ത ഉച്ചാരണമോ നൽകുന്ന ലക്ഷ്യഭാഷാ ലിപികളിൽ ആ പദങ്ങൾ എഴുതുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഡിറ്റു സ്കൈലാർക്ക് വാനമ്പാടിയോട് എന്ന് എഴുതിയില്ലേ, അത് തന്നെയാണ് ലിപ്യന്തരണം. അതായത് സ്രോതഭാഷ. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ എഴുതിയ ഒരു സാധനം, അപ്പോൾ അതിന് ഒരു ഉച്ചാരണം ഉണ്ടാവും, അതിന് ഏകദേശം അതിനോട് സമാനമായിട്ടുള്ള ഉച്ചാരണം, അല്ലെങ്കിൽ അതേ ഉച്ചാരണമോ അല്ലെങ്കിൽ അതിനോട് സമാനമായിട്ടുള്ള ഉച്ചാരണമോ ഒരു ഇംഗ്ലീഷിലത്തെ ഒരു പദത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ ആ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് എഴുതുന്ന പ്രക്രിയക്കാണ് ലിപ്യന്തരണം എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ലിപ്യന്തരണം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ സാധാരണയായിട്ട് വിവർത്തനം നടക്കുന്നത് വാക്യതലത്തിലാണ്. വിവർത്തനം സാധാരണയായിട്ട് നടക്കുന്നത് വാക്യത്തെ തലത്തിലാണ് നടക്കുന്നത്. സ്രോതഭാഷയിൽ ഒരു വാക്യത്തിന് പകരം സമാനാർത്ഥകമായിട്ട് എന്താണ് ലക്ഷ്യഭാഷയിൽ ഒരു വാക്യം വിന്യസിക്കുന്നതിനാണ് വിവർത്തനം എന്ന് പറയുന്നത്. വാക്യതലത്തിലാണ്, പദാതലത്തിലല്ല, വാക്യതലത്തിലാണ് പ്രധാനമായിട്ട് വിവർത്തനം നടക്കുന്നത്. അപ്പോൾ വാക്യത്തിന് ഘടകമായിട്ടുണ്ടാവും ഉപവാക്യങ്ങളുണ്ടാവും, പദസമൂഹങ്ങളുണ്ടാവും, പദങ്ങളുണ്ടാവും. ഇവയ്ക്ക് തുല്യമായിട്ട് ഘടകങ്ങൾ ലക്ഷ്യഭാഷ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൊരു വാക്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നിലധികം പദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഘടകങ്ങൾ ലക്ഷ്യഭാഷ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിലും എന്താകും, കഴിയുന്നത്രത്തോളം മൂലഭാഷാ വാക്യത്തിലെ ക്രമത്തെ വിവർത്തനത്തിൽ നിലനിർത്തുന്നത് അർത്ഥം ചോർന്നു പോകാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അവർ പറയുന്നത് NV പറയുന്നത് എന്താണ്, ഇപ്പോൾ മൂലഭാഷയിൽ നിന്ന് ഒരു വാക്യത്തെ നമ്മൾ മറ്റൊരു ഭാഷയിൽ വിവർത്തനം ചെയ്യുമ്പോൾ അതിന് തതുല്യമായിട്ടുള്ള ധാരാളം പ്രയോഗങ്ങളൊന്നും അല്ലെങ്കിൽ അക്ഷരങ്ങളൊന്നും അല്ലെങ്കിൽ വാക്കുകളൊന്നും അന്യഭാഷയിൽ ഉണ്ടാവണമെന്നില്ല വിവർത്തനം ചെയ്യപ്പെടുന്ന ഭാഷയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്തായാലും വിവർത്തനം ചെയ്യുമ്പോൾ പരമാവധി ആശയം ചോർന്നു പോകാതെ വിവർത്തനം ചെയ്യണമെന്നാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ സ്രോതഭാഷയിലുള്ള ഒരു പദത്തിന് തുല്യമായൊരു പദം ലക്ഷ്യഭാഷയിൽ ഇല്ലെങ്കിൽ സമാനമായിട്ടുള്ളൊരു പദം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ മൂലത്തിലില്ലാത്ത വിശേഷങ്ങൾ ഉപയോഗിച്ച് ലക്ഷ്യഭാഷാ പദത്തിൻ്റെ അർത്ഥം സങ്കോചിപ്പിക്കുകയോ വികസിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് കാണാൻ പറ്റും. അത് ചിലപ്പോൾ എന്താണ്, ലക്ഷ്യഭാഷയിൽ ഉചിതമായ പ്രത്യയങ്ങൾ ചേർത്ത് പുതിയ പദം സൃഷ്ടിക്കേണ്ടി വരും. നമ്മൾ മറ്റൊരു ഭാഷയ്ക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അവിടെ പദമില്ല, ഇതിന് തുല്യമായ പദങ്ങളൊന്നുമില്ല, ഒരു പദം പോലും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ പുതിയ പ്രത്യയങ്ങൾ ചേർത്ത് പുതിയ പദങ്ങളൊക്കെ സൃഷ്ടിക്കേണ്ടി വരും. അതിങ്ങനെയും വരാം. എന്താണ്, വിദേശീയമായിട്ടുള്ള പ്രകൃതികളോട്. ഇപ്പോൾ പോസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡാണ്, അതിന് നമ്മൾ പോസ്റ്റി എന്നാക്കും, അല്ലെങ്കിൽ പോസ്റ്റും, ഞാനത് പോസ്റ്റും. എന്ന് പറയുന്നത് മലയാള പ്രത്യയമാണ്. അപ്പോൾ വിദേശീയമായ പ്രകൃതികളോട് സ്വദേശീയ പ്രത്യയങ്ങളൊക്കെ ചേർക്കേണ്ടി വരും. ഇപ്പോൾ മെഷീനിമ, മോഡിലിത്രം മുതലായവ ഉദാഹരണം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ പോസ്റ്റി, പോസ്റ്റാം, മെയിലാം, ഇങ്ങനെ നമ്മൾ പല വാക്കുകൾ പലപ്പോഴും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ചാറ്റ് എന്ന് പറയുന്ന ചാറ്റ് ബോക്സുകളിലായിരിക്കും നമ്മൾ ഈ ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ പുതിയ ഭാഷകൾ നമ്മൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അന്യഭാഷാ പദത്തിൽ നിന്നുള്ള വാക്കുകൾ എടുത്തിട്ട് അതിൻ്റെ ഒരുമിച്ചിട്ട് നമ്മൾ പുതിയ വാക്കുകളൊക്കെ സൃഷ്ടിക്കും വിവർത്തനത്തിൻ്റെ സമയത്ത്. അപ്പോൾ പുതിയ പദങ്ങൾ നിർമ്മിക്കുക പറ്റാത്ത അവസ്ഥയാണെങ്കിൽ സ്രോതഭാഷാ പദങ്ങൾ കടമെടുക്കാൻ പറ്റും. എന്താണ്, പുതിയ ഭാഷ നിർമ്മിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്രോതഭാഷയുള്ള പദങ്ങൾ കടമെടുക്കുകയും സ്വരദാനം കൊണ്ട് ഒരേ പദത്തിന് വ്യത്യസ്തമോ വിപരീതമായ അർത്ഥം വരാം, നമ്മൾ ടോൺ അനുസരിച്ചുകൊണ്ട്. നീവാ, ഈ നീവാ എന്ന് നമ്മൾ ടോണ് മാറ്റിക്കഴിഞ്ഞാൽ അതിന് അർത്ഥം വരും. അല്ലെങ്കിൽ കാണാം കേട്ടോ, കാണാം എന്ന് പറയുന്നൊരു സാധനം, കാണാം,
അതിന് ആ നമ്മൾ ഉപയോഗിക്കുന്ന ടോൺ അനുസരിച്ച് കൊണ്ട് അത് വെല്ലുവിളിയാവാം, അല്ല സ്നേഹത്തോടു കൂടിയുള്ളതാവാം, നോർമലില്ല, അങ്ങനെ പല ടോണുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ അർത്ഥം വ്യത്യസ്തമോ വിപരീതമായിട്ട് വരാമെന്ന് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഒരു പദത്തിൻ്റെ അർത്ഥത്തിന് കാലക്രമത്തിൽ സങ്കോചമോ വികാസമോ സംഭവിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആര് മനസ്സിലാക്കണം? ഈ വിവർത്തകൻ ഉണ്ടായിരിക്കണം. അല്ലേ, ഇപ്പോൾ ആ സന്ദർഭത്തിൽ ഏത് അർത്ഥത്തിലാണ് ആ പറയുന്ന പദം ഉപയോഗിച്ചെന്ന് വിവർത്തനം അറിഞ്ഞിരിക്കണം. അത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥജ്ഞാനത്തിൽ സാമാന്യമായിട്ടുള്ള ഒരു അറിവെങ്കിലും വിവർത്തകന് വേണം. അല്ലെങ്കിൽ എന്താവും, അവിടെ അർത്ഥം വീണ്ടും മാറും എന്ന് കാണാൻ പറ്റും. ഇപ്പം മലയാളത്തിൽ ലിംഗം അർത്ഥനിഷ്ഠമാണെങ്കിൽ സംസ്കൃതം, ജർമ്മൻ, റഷ്യൻ മുതലായ ഭാഷകളിൽ അത് ശബ്ദനിഷ്ഠമാവാം. ലിംഗം എന്ന് പറയുന്നത് അൻ, അൾ, തു ഇങ്ങനെ പറഞ്ഞ ലിംഗപ്രത്യയത്തെയാണ് പറയുന്നത്. ചില ഭാഷകളിൽ ബഹുവചനങ്ങൾക്ക് പോലെ ദ്വിവചനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി, അപ്പോൾ നമ്മളിൽ ഏകവചനം എന്ന് പറയുന്നത് അവൻ, ഞാൻ, ഇങ്ങനെയല്ല വന്ന ഏകവചനം. അവർ, ഇവർ, എവർ, ഇതൊക്കെ ബഹുവചനമാണ്. അപ്പോൾ ചിലങ്ങളിൽ ദ്വിവചനങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി തർജ്ജമയിൽ, അപ്പോൾ വ്യാകരണപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി തർജ്ജമയിൽ പരിഗണിക്കണം. അപ്പം മാത്രമല്ല മിക്ക ഭാഷകളിലും അനന്ത വൈചിത്ര്യമാർന്ന സംരചനകൾ സാധ്യമാണെന്ന് കാണാൻ പറ്റും. സംരചന, ഭാഗ്യ സംരചന, ആന്തര സംരചന എന്നിങ്ങനെ സംരചന, ഭാഗ്യ സംരചന, ആന്തര സംരചന എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. അപ്പോൾ എന്താണ് അത്? ഭാഗ്യ സംരചനക്ക് എങ്ങനെയാണ്? ഭാഗ്യ സംരചനക്ക് ഒന്നിലധികം അർത്ഥങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആന്തര സംരചനക്ക് ഒരർത്ഥം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ വിവർത്തനത്തിന് മുഖ്യ ലക്ഷ്യം ആന്തര സംരചനയാണ്. എന്താണ്? ഒരർത്ഥം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വിവർത്തനം ചെയ്യപ്പെട്ടിട്ടാകുമ്പോൾ അതിന് 2 അർത്ഥം ഉണ്ടാകാൻ പാടില്ല, ഒറ്റ അർത്ഥം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ സംരചനയ്ക്ക് വൈചിത്ര്യമാകാമെങ്കിലും ഏറെക്കുറെ നിയതമായിട്ടുള്ളൊരു വിന്യാസക്രമം ഓരോ ഭാഷയിലെ വാക്യങ്ങൾക്ക് ഉണ്ടാവുമെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷിലെ വാക്യങ്ങൾക്ക് കർത്താവ്, ക്രിയ, പൂരകം, വിശേഷകം എന്ന ക്രമമാണുള്ളത്. എന്നാലും മലയാളത്തിൽ എങ്ങനെയാണ്? കർത്താവ് ആദ്യം, ക്രിയ ഒടുവിലാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ക്രിയ രണ്ടാമതാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ മലയാളത്തിലാണെങ്കിൽ കർത്താവ്, കർമ്മം, ക്രിയ ഇങ്ങനെയാണ് വരുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ കർത്താവ്, ക്രിയ, പൂരകം, വിശേഷകം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ശ്രോതഭാഷയിൽ ഒടുവിൽ പറഞ്ഞ കാര്യങ്ങൾ ലക്ഷ്യഭാഷ ആദ്യം പറയേണ്ടി വരുന്നു. അല്ലേ, ഇംഗ്ലീഷിൽ നിന്ന് ക്രിയ രണ്ടാമതാണ് വരുന്നത്. എന്നാലും മലയാളത്തിൽ എത്തുമ്പോൾ ആ ക്രിയ അവസാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വിവർത്തനം ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗണിതശാസ്ത്രത്തിലെ സമവാക്യങ്ങളിൽ നിന്നും ക്രിയാപദങ്ങൾ ഒഴിവാക്കിയിട്ട് ക്രിയാനാമങ്ങൾ പ്രയോഗിക്കുകയാണ് ഈ പ്രശ്നം ഒഴിവാക്കാനുള്ള വഴിയെന്നാണ് പറയുന്നത്. എന്താണ്? നമ്മൾ ഇതിനകത്ത് സമവാക്യമെല്ലാം ഒഴിവാക്കിയിട്ട്, ഗണിതശാസ്ത്രത്തിന് സമവാക്യം ഒഴിവാക്കിയിട്ട് നമ്മളിവിടെ ക്രിയാപദങ്ങൾ ഒഴിവാക്കിയിട്ട് ക്രിയാനാമങ്ങൾ ഉപയോഗിക്കുകയാണ് വേണ്ടതെന്നാണ് ലേഖനം പറയുന്നത്. ചിലയിടത്ത് ശബ്ദശ്ലേഷം, അതുപോലെ അർത്ഥശ്ലേഷം, ഉഭയശ്ലേഷം എന്നിവ കൊണ്ടുള്ള വിവർത്തനം അസാധ്യമായി തീരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഗ്രന്ഥഭാഗത്തിൻ്റെ സംസ്കാര വിശേഷത്തിന് അസാധാരണമായിട്ടുള്ള ശബ്ദ വിവർത്തനം കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്കിലും ഭാഷകൾ തമ്മിലുള്ള വിവർത്തനം ഏറെക്കുറെ തൃപ്തികരമായിട്ട് നമുക്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തൊസാരസ് എന്ന നിഘണ്ടുവിനെ കൂടി പറയാം. ഇപ്പം നമ്മൾ അല്ലേ, പല ഭാഷകൾ, 2 ഭാഷകൾ തമ്മിലുള്ള വിവർത്തനത്തിൽ നിഘണ്ടുക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അപ്പോൾ തൊസാരസ് എന്ന് പറയുന്നത് എന്താണ്? സഹപ്രയോഗമോ സഹസംബന്ധമോ ഉള്ള പദങ്ങൾ സമാഹരിച്ച് നിർമ്മിച്ച വിജ്ഞാന നിഘണ്ടു കോശങ്ങളാണ്, നിഘണ്ടു വിജ്ഞാന കോശങ്ങളെയാണ് തൊസാരസ് എന്ന് പറയുന്നത്. എന്താണ് തൊസാരസ്? സഹപ്രയോഗമോ സഹസംബന്ധമോ ഉള്ള പദങ്ങളെ സമാഹരിച്ച് നിർമ്മിച്ച തൊസാരസ് അല്ലെങ്കിൽ തെസാരസ് എന്ന് പറയുന്നത് നിഘണ്ടുണ്ട്. അതായത് നമ്മൾ ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അർത്ഥങ്ങൾ പ്രതിപാദിക്കുന്ന ചില പദങ്ങൾക്ക് മറ്റു പദങ്ങളെക്കാൾ സാമർത്ഥ്യം എല്ലാ ഭാഷകളിലും കാണാം. ഇപ്പോൾ ഊണ് കഴിക്കുക അല്ലാതെ തിന്നാറില്ല, അല്ല ഊണ് കഴിച്ചു എന്നാണ് പറയില്ല, ഊണ് തിന്നു എന്ന് പറയാറില്ല. എന്നാൽ ഒരു പലഹാരമാണെങ്കിലോ തിന്നുകയും കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള സഹപ്രയോഗമോ സഹസംബന്ധമോ ഉള്ള പദങ്ങളാണ് കേട്ടോ തൊസാരസ് അല്ലെങ്കിൽ തെസാരസ് നിഘണ്ടുവിൽ വരുന്നത്. തെസാരസ് നിഘണ്ടുവിൽ വരുന്നത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ. എന്താണ്? ഇപ്പോൾ പലഹാരം തിന്നു അല്ലെങ്കിൽ പലഹാരം കഴിച്ചു എന്ന് പറയും. എന്നാൽ ഊണ് തിന്നു എന്ന് പറയല്ല, ഊണ് കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന പദങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാന നിഘണ്ടുവാണ് തെസാരസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഇന്ത്യൻ ഭാഷ അനുവാദം എന്നാണ് കേട്ടോ വിവർത്തനത്തിന് പറയുന്നൊരു പേര്. അനുവാദം അല്ലെങ്കിൽ ഭാവാനുവാദം, ഇങ്ങനെ പലതരം പേരുകൾ പറയാറുണ്ട്. അപ്പോൾ വിവർത്തനം എന്ന് പറയുന്നത്, വിവർത്തനത്തിനൊരു ചരിത്രം, പ്രാചീന കാലത്തുണ്ടായ വിവർത്തനം ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു ഗ്രന്ഥത്തിനകത്ത് വരുന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് ഈ പറഞ്ഞ പോലെ തെസാരസ് എന്താണ്, ശ്രോതഭാഷ എന്താണ്, ലക്ഷ്യഭാഷ എന്താണ് ഭാഷാന്തരീകരണം എന്ന് പറയുന്നത്,
പിന്നെ ഛായ എന്താണ്, വിവർത്തനം എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് പിന്നിലുള്ള ലക്ഷ്യം എന്താണ്, ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ആദ്യ വിവർത്തന ശ്രമം ഏതാണ്, റൊസാറ്റ ശാസനം എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അത് ഇംഗ്ലണ്ട് ലാറ്റിനിൽ നിന്ന് ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്ത ആരാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് കടക്കുന്ന സമയത്ത് തർജ്ജമ പഠനത്തിലെ പുതുമകൾ എന്ന് പറയുന്നത് ഡോക്ടർ സ്കറിയ സക്കറിയയുടെ ഒരു ലേഖനമാണ്. അപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്ലേഷനിലുള്ള അല്ലെങ്കിൽ വിവർത്തനത്തിലുണ്ടാകുന്ന നവീന സമീപന രീതികളെക്കുറിച്ച് മനസ്സിലാക്കി തരാനാണ്. കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് തർജ്ജമ പഠനത്തിലെ നവീന പ്രവണതകളെക്കുറിച്ച് ഉപന്യസിക്കാന്ന് മുൻകാലത്ത് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ലഭിക്കും. അദ്ദേഹം ഈ പറഞ്ഞ ഈ സ്കറിയ സക്കറിയയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ട്യൂബിംഗൻ സർവകലാശാലയിൽ നിന്ന് ഗുണ്ടർട്ടിൻ്റെ ഗ്രന്ഥശേഖരം കണ്ടെത്തിയതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ്. കേരള സർവകലാശാലയുടെ സജീവോത്തമ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. താപസ് എന്ന് പറയുന്ന ജേണലിൻ്റെ എഡിറ്ററായിരുന്നു. അദ്ദേഹം മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഉപദേഷ്ടാവാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചരിത്രപരമായിട്ടുള്ള ഒരുപാട് എഴുത്തുകൾ ശേഖരിക്കുകയും അതിനെക്കുറിച്ചിട്ട് പിന്നെ പഠനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ഒരു വലിയൊരു പണ്ഡിതനാണ്. അപ്പോൾ തർജ്ജമ എന്നുള്ള ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായ കാര്യമല്ല. അത് എത്രത്തോളം ഗൗരവവും സൂക്ഷ്മതയും അർഹിക്കുന്നതെന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നുള്ളത്. അപ്പോൾ ഈ ലേഖനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മലയാളത്തിലെ വിവിധ തർജ്ജമ പഠനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആധുനികോത്തര സിദ്ധാന്തങ്ങളുമായിട്ട് തർജ്ജമയെ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഒരു ലേഖനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ തർജ്ജമ അഥവാ വിവർത്തനം എന്നത് കൃത്യമായ മൊഴിമാറ്റം എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അർത്ഥം സുനിശ്ചിതം അല്ലെങ്കിൽ അർത്ഥഗ്രഹണം സുഭദ്രം, അർത്ഥാവിഷ്കാരം, അവികലം എന്നൊക്കെ കരുതിയിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ഭാഷയിൽ പ്രത്യക്ഷപ്പെടുന്ന ഭാഷാരൂപം അർത്ഥശോഷണം വരാതെ പകരുന്ന സത്യസന്ധവും സമർത്ഥനും നിഷ്പക്ഷനും പണ്ഡിതനും സഹൃദയനുമാണ് നല്ല തർജ്ജമക്കാരൻ. എന്താണ് ഒരു ഭാഷയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഷാരൂപം, ഒരു രൂപം, സാഹിത്യ രൂപം അല്ലെങ്കിൽ ഒരു ഭാഷാരൂപം അതിൻ്റെ അർത്ഥം നശിക്കാത്ത രീതിയിൽ മറ്റൊരു ഭാഷയ്ക്ക് പകരുന്ന സത്യസന്ധനും സമർത്ഥനും നിഷ്പക്ഷനും പണ്ഡിതനും സഹൃദയനുമാണ് നല്ല തർജ്ജമക്കാരൻ എന്ന് പറയുന്നത്. അപ്പം നല്ല തർജ്ജമക്കാരനെ കുറിച്ചുള്ള വിശ്വാസവും സങ്കല്പനവും കേരളത്തിൽ വേരുറച്ചത് വെള്ളക്കാരുടെ വരവിന് ശേഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പാശ്ചാത്യർക്ക് തർജ്ജമയുടെ ആദർശം ബൈബിൾ തർജ്ജമകളായിരുന്നു കാണാൻ പറ്റും. എന്നാണ് കേരളത്തിൽ ഈ വെള്ളക്കാരുടെ വരവിന് ശേഷമാണ് അവരാണ് ഈ പറഞ്ഞാൽ ഈ മിഷണറിമാരാണ് യഥാർത്ഥത്തിൽ ധാരാളം വിവർത്തന കൃതികളൊക്കെ കൊണ്ടുവന്നത് കാണാൻ പറ്റും. അപ്പോൾ പാശ്ചാത്യർക്ക് തർജ്ജമയുടെ അവർ ആദ്യം ചെയ്തു ഈ പറയുന്ന ഇവിടുത്തെ പ്രാദേശിക ഭാഷകൾ പഠിക്കാണ്ട് വിവർത്തന കൃതികൾ ഉണ്ടാക്കി. അതുപോലെ അവർ ബൈബിള് തർജ്ജമകൾ ചെയ്തു പാശ്ചാത്യർ. അതിൻ്റെ ഒരു ആദർശത്തിനാണ് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭാരതത്തിൽ കോളനിവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ ബൈബിള് തർജ്ജമയിലൂടെ വികാസം പ്രാപിച്ച സമമൂല്യ സിദ്ധാന്തം ബൈബിള് തർജ്ജമകളോടൊപ്പം ഭാരതത്തിൽ കടന്നു വരികയും ഇവിടുത്തെ തർജ്ജമയുടെ ആദർശമായി തീരുകയും ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് AR മാരാരും ഒക്കെ പിന്നെന്താണ് മഹാഭാരത തർജ്ജമയെയും പുനരാഖ്യാനങ്ങളെയും മുൻനിർത്തിയിട്ട് എഴുത്തച്ഛനെയും കുഞ്ചൻ നമ്പ്യാരെയും കുറ്റ വിചാരമൊക്കെ നടത്തുന്നുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഭാഷയെ ചിഹ്ന വ്യവസ്ഥയായി മനസ്സിലാക്കുന്ന സമയത്ത് ഒരു വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു വ്യവസ്ഥയിലേക്കുള്ള പൊളിച്ചെഴുത്തായിട്ടാണ് തർജ്ജമയെ വിശദീകരിക്കേണ്ടി വരുന്നത്. അല്ലേ? ഒരു പാത്രത്തിൽ നിന്ന് പാനീയം കുടിക്കാനുള്ളൊരു സാധനം മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നു നൽകുന്നത് പോലെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ലോകം പകർന്നു കൊടുക്കാമെന്ന മിഥ്യകളൊക്കെ ഇപ്പോൾ തകർന്നിട്ടുണ്ട്. അപ്പോൾ ലോകത്തിന് ഭാഷയ്ക്കിടയിൽ ലോകബോധം എന്ന് വിളിക്കാവുന്ന സങ്കല്പങ്ങളുടെ മൂന്നാം ലോകവും പ്രത്യയശാസ്ത്രവും ഇടപെടുന്നുണ്ട്. അപ്പോൾ തന്മൂലം എന്താണ് ഓരോ ഭാഷയും ഓരോ തരത്തിലാണ് ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ഓരോ ദേശത്തെ സാംസ്കാരിക സാമൂഹിക മൂലധനത്തിനും ഒക്കെ അനുസരിച്ച് കൊണ്ട് ലോകം ഓരോ തരത്തിലാണ് ഓരോ ഭാഷയും ഓരോ തരത്തിലാണ് ലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം മൂലകൃതിയുടെ അർത്ഥം മൊഴിമാറ്റം നടത്തിയിട്ട് ലക്ഷ്യഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ് തർജ്ജമ എന്ന സങ്കല്പം അംഗീകരിച്ചാൽ എല്ലാ തർജ്ജമകളും തർജ്ജമക്കാരും വമ്പം പരാജയങ്ങളെന്നാണ് ലേഖനം സമർത്ഥിക്കുന്നത്. എന്താണ് അദ്ദേഹം? ഓരോ ഭാഷയുടെയും നിശബ്ദ മേഖലകൾ ഓരോന്നാണ്. അതായത് മലയാളത്തിലും ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിൽ ലിംഗഭേദത്തിൻ്റെ കാര്യത്തിൽ ഉദാസീനമാകുന്ന സമയത്ത് ഇപ്പോൾ തമിഴ് അവൻ വന്താൻ, അവൾ വന്താൾ, അവർ വന്താർ എന്നൊക്കെ അവർ തമിഴ് അല്ലെങ്കിൽ സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ ലിംഗഭേദത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്.
അപ്പോൾ ഓരോ തർജ്ജിമയും സാധുതകൾ തേടിക്കൊണ്ടുള്ള അന്വേഷണം എന്ന നിലയിലാണ് വിലമതിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ഓരോ തർജ്ജിമയും സാധ്യതകൾ, പുതിയ പുതിയ സാധ്യതകൾ തേടിക്കൊണ്ടുള്ള അന്വേഷണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ വാൾട്ടർ ബെഞ്ചമിൻ്റെ അഭിപ്രായത്തിൽ ഈ അഭിപ്രായം നോക്കണം. വാൾട്ടർ ബെഞ്ചമിൻ എന്താണ് പറയുന്നത്? ഉടഞ്ഞു പോയ പാത്രം കൂട്ടിച്ചേർക്കാൻ അതിൻ്റെ കഷ്ണങ്ങൾ സമമൂല്യമായിരിക്കണമെന്നില്ല, അവ തമ്മിൽ പൊരുത്തം ഉണ്ടായിരുന്നാൽ മതി എന്നാണ്. എന്താണ്? സമമൂല്യമുള്ളതായിരിക്കണം എന്നില്ല, മറിച്ച് അവ തമ്മിൽ പൊരുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഉടഞ്ഞു പോയ പാത്രം കൂട്ടിച്ചേർക്കാൻ പറ്റുമെന്നാണ്. അപ്പം മൂലവുമായിട്ട് അർത്ഥപരമായിട്ടുള്ള തുല്യത തർജ്ജമകൾക്ക് ആവശ്യമില്ല. എന്താണ്? മൂലവുമായിട്ട് അർത്ഥപരമായിട്ടുള്ള തുല്യത തർജ്ജമകൾക്ക് ആവശ്യമില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. മറിച്ച് എന്താണ്? മൂലവും തർജ്ജമകളും ഒരേ മഹാഭാഷയുടെ ഖണ്ഡങ്ങളാവണം. മറിച്ച് പദാനുപദ വിവർത്തന അല്ല വേണ്ടത്. എന്താണ്? സ്വതന്ത്ര തർജ്ജമക്കാരാണ് ഭാഷയെയും സാഹിത്യത്തെയും പരിപോഷിക്കുന്നതാണ് ബെഞ്ചമിൻ പറയുന്നത്. എന്താണ്? പദാനുപദം വിവർത്തനം ചെയ്യുന്നവരല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെന്താണ്, വിചാര പ്രധാനമായിട്ടുള്ള കൃതികൾ പദാനുപദ തർജ്ജമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ബെഞ്ചമിൻ പറയുന്നത് എന്താണ്? പദാനുപദക്കാരല്ല, മറിച്ച് സ്വതന്ത്ര തർജ്ജമക്കാരാണ് ഭാഷയെയും സാഹിത്യത്തെയും പരിപോഷിക്കുന്നതെന്നാണ് ബെഞ്ചമിൻ പറയുന്നൊരു കാര്യം. അപ്പോൾ തൻ്റെ ഒഥല്ലോ വിവർത്തന തർജ്ജമയെ പറ്റിയിട്ട് എം.ആർ. നായർ വരുന്നുണ്ട്. എം.ആർ. നായരാണ് ഒഥല്ലോ വിവർത്തനം ചെയ്തത്, ഓർത്തു വെക്കുക. അദ്ദേഹം പറയുന്നത് ഷേക്സ്പിയറുടെ മഹത്വത്തിന് നേരെ മലയാളിയെ കണ്ണു തുറപ്പിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്നാണ്. എന്നാണ് ഷേക്സ്പിയറുടെ മഹത്വത്തിന് നേരെ മലയാളിയുടെ കണ്ണ് തുറപ്പിക്കുകയാണ് തൻ്റെ ലക്ഷ്യം എന്നാണ് തൻ്റെ ഒഥല്ലോ വിവർത്തനത്തെ കുറിച്ചിട്ട് പിന്നെ എം.ആർ. നായർ പറയുന്നത്. അപ്പോൾ ഇത്തരം തർജ്ജമകളെ മാത്രമേ നല്ല തർജ്ജമകൾ എന്ന് വിളിക്കാനാവൂ എന്നാണ് ആര് പറയുന്നത്? ലേഖകൻ പറയുന്നത്. അതുപോലെ അദ്ദേഹം വള്ളത്തോളിൻ്റെ തർജ്ജമകളെ പ്രശംസിക്കുന്ന സമയത്ത് അവ എന്തുകൊണ്ടാണ് പ്രശംസിക്കുന്നത്? അവ സ്വതന്ത്രമായ കൃതികളെപ്പോലെ കൃത്യങ്ങളാണെന്നും സൗഭാഗ്യം കൊണ്ട് തർജ്ജമയുടെ അടുത്തൊന്നും നിൽക്കില്ല എന്നും പിന്നെ ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ പ്രസ്താവിക്കുന്നത്. എന്താണ്? കെ എൻ എഴുത്തച്ഛനാണ് വള്ളത്തോളിൻ്റെ തർജ്ജമകളെ പ്രശംസിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അവ സ്വതന്ത്ര കൃതികളെപ്പോലെ ഹൃദയത്തെ ദ്രവീകരിക്കുന്നവയാണെന്നും സൗഭാഗ്യം കൊണ്ട് തർജ്ജമയുടെ അടുത്തൊന്നും നിൽക്കില്ല എന്നുകൂടി പറയുന്നുണ്ട്. എന്താണ്? അതായത് ഈ പറയുന്ന വള്ളത്തോൾ ഒരുപാട് കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വള്ളത്തോൾ ഈ വിവർത്തനം ചെയ്ത സമയത്ത് ആ മൂലകൃതിയേക്കാൾ എന്താണ് മികച്ചതാണ് ഇദ്ദേഹം വിവർത്തനം ചെയ്തത് എന്നാണ് കെ എൻ എഴുത്തച്ഛൻ പറയുന്നത്. അപ്പം മൂലകൃതികളെ അവയുടെ കെട്ടുപാടുകളിൽ നിന്ന് വേർതിരിച്ചറിഞ്ഞ് സാഹിതീയതയുടെ പാഠത്വവും ഭാവോഷ്മളതയും വെളിവാക്കി പുനരവതരിപ്പിക്കുക എന്നതാണ് തർജ്ജമയുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പാരമ്പര്യത്തിൻ്റെ ബലത്തിൽ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞൊരു 2 ദശകത്തിനിടയിൽ മാനവിക സാമൂഹിക ശാസ്ത്ര പഠനങ്ങളിലെല്ലാം പ്രകടമായിട്ടുള്ള ഒരു സാംസ്കാരിക ആഭിമുഖ്യത്തിൻ്റെ ഫലമായിട്ട് തർജ്ജമ സിദ്ധാന്തവും പരിണാമത്തിന് വിധേയമായിട്ടുണ്ട്. ഇപ്പം ചിഹ്ന വ്യവസ്ഥയിൽ എല്ലാ ബന്ധങ്ങളും വിവക്ഷ മാറുന്നതനുസരിച്ച് വ്യത്യസ്ത അർത്ഥങ്ങളാണ് നൽകുന്നത് തിരിച്ചറിവ് ഈ ഘട്ടത്തിലുണ്ടായി അല്ലേ? നമ്മളൊരു ഭാഷയിൽ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന ചിഹ്ന വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ ഭാഷ എന്നത് ചിഹ്ന വ്യവസ്ഥയാണ്. അപ്പോൾ അതിൽ എല്ലാ ബന്ധങ്ങളും വിവക്ഷ മാറുന്നതനുസരിച്ചിട്ട് വ്യത്യസ്ത അർത്ഥങ്ങളാണ് നൽകുന്നത് തിരിച്ചറിവ് ഘട്ടത്തിലുണ്ടായി. ഈ ഒരു കാഴ്ചപ്പാട് തർജ്ജമ സിദ്ധാന്തങ്ങൾ അടിമുറി മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഈ തർജ്ജമ പഠനം എന്തായി? സംസ്കാര പഠനമായിട്ട് മാറി. അതൊരു കൾച്ചറൽ സ്റ്റഡീസ് കൂടിയായിട്ട് മാറി. അപ്പം എന്തായി? മൂല്യ സിദ്ധാന്തം എന്തായി? അത് അനാവശ്യവും അപ്രസക്തമായിട്ട് മാറി. കൃതികളും തർജ്ജമകളും തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കാൻ പുതിയ രൂപങ്ങളുണ്ടായി. ഒരു ഫ്രഞ്ച് പഴമൊഴിയുണ്ട്. എന്താണ്? തർജ്ജമ ഭാര്യയെ പോലെയാണ്, സുന്ദരിയെങ്കിൽ അവിശ്വസ്ത, വിശ്വസ്തയെങ്കിൽ വിരൂപ. എന്നാണ്? ഭാര്യയെ പോലെയാണ്, അത് സുന്ദരിയാണെങ്കിൽ അവളെ വിശ്വസിക്കാൻ പറ്റില്ല, എന്നാൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൾ വിരൂപയായിരിക്കും എന്ന് തർജ്ജമയെ കുറിച്ച് ഒരു ഫ്രഞ്ച് പഴമൊഴി പറയുന്നുണ്ട്. അപ്പോൾ തർജ്ജമയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മേലാളനും കീഴാളനാണ് ഉള്ളത്. എന്താണ്? മൂലകൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൃതിയുണ്ട്. നമ്മൾ സ്രോതഭാഷയുടെ മൂലകൃതി എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു കൃതിയോട് മറ്റു ഭാഷകളിലെ കൃതികൾ വിശ്വസ്തത പുലർത്തണം എന്നാണ് പറയുന്നത്. എന്താണ്? ഇപ്പോൾ നമ്മൾ മലയാളത്തിലുള്ള ചെമ്മീനാണ് വിവർത്തനം ചെയ്യുന്നതെങ്കിൽ ചെമ്മീൻ ഇംഗ്ലീഷിലേക്കാണ് വിവർത്തനം ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിലുള്ള ആ ചെമ്മീൻ എന്ന കൃതിയോട് ഏത് ഭാഷയിലേക്കാണോ വിവർത്തനം ചെയ്യപ്പെടുന്നത് അത്തരം കൃതികൾ ഒരു വിശ്വസ്തത പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ അവയ്ക്ക് മൂലകൃതിയോട് ബന്ധപ്പെട്ട് മാത്രമാണ് അസ്തിത്വവും മാന്യതയും ലഭിക്കുന്നുള്ളത്. അതുകൂടി ഓർക്കണം. അപ്പോൾ ഈ പുതിയ കാലത്ത് തർജ്ജമ പഠനത്തിൻ്റെ സമമൂല്യവാദത്തെ അഴുക്കുചാലുകളിലൂടെ വലിച്ചിഴക്കപ്പെടുന്നവരും അല്ലെങ്കിൽ അതിനെ കാൽപ്പനിക വികാര പാരവശ്യങ്ങളുടെ ചുവടുകളിലേക്ക് തള്ളിവിടുന്നവരും സംസ്കാര പഠനത്തിൻ്റെ ഉൾത്തെളിവുകൾ പ്രയോജനപ്പെടുത്തുന്നില്ലെന്നാണ് പറയുന്നത്.
അപ്പോൾ ലേഖകൻ പറയുന്നത് തർജ്ജമയിലെ വിശ്വസ്തതാവാദത്തിൽ മറഞ്ഞിരിക്കുന്ന അധികാരക്കളി തിരിച്ചറിയുന്നു എന്നതാണ് സമകാലീന തർജ്ജമ പഠനങ്ങളുടെ സവിശേഷത എന്നാണ് പറയുന്നത്. അത് ലേഖകൻ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഈ തർജ്ജമക്ക് രണ്ട് ഭാഗമുണ്ട്. എന്താണ് ഈ തർജ്ജമക്ക് രണ്ട് ഭാഗങ്ങൾ? ഒന്ന് വ്യാപാരമാണ്, അതാണ് അതിൻ്റെ സാഹിത്യ തത്വം എന്ന് പറയുന്നത്. രണ്ട് തർജ്ജമയുടെ ഫലമാണ്, അത് രാഷ്ട്രീയമാണ്. അപ്പോൾ ഈ രണ്ട് തത്വത്തിൽ അല്ലെങ്കിൽ പറയുന്ന രണ്ട് ഭാഗത്തിൽ നിന്നുകൊണ്ടാണ് പിന്നെ തർജ്ജമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തർജ്ജമയെ സാർത്ഥകമാക്കുന്നത് സംസ്കാര പഠനമാണ്. അപ്പോൾ ആ നിലക്ക് സംസ്കാര പഠനത്തിന് മാത്രമേ തർജ്ജമ പഠനമായിട്ട് പരിണമിക്കാൻ കഴിയുമെന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആര്? ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തർജ്ജമ എന്ന് പറയുന്നത് കേവലം മൊഴി മാറുന്നതിന്, അത് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയ്ക്ക് മൊഴി മാറുന്നതിന് അപ്പുറം ഒന്ന് തിരിച്ചറിഞ്ഞത് സൊഹാർ, ലെ ഫെവേറ തുടങ്ങിയവരുടെ സിദ്ധാന്തങ്ങൾ ഒരു സാംസ്കാരിക സംരംഭമായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ പിന്നെ നവീന കാലത്ത് ഈ പറയുന്ന ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇത് അതിന് സംസ്കാര പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പഠിക്കുന്നുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് പുതിയ കാലത്ത് തർജ്ജമയെ അതിനെ സ്വാർത്ഥകമാക്കുന്നത് സംസ്കാര പഠനം എന്നാണ് സൂചിപ്പിക്കുന്നുള്ളത്. അപ്പോൾ സാഹിത്യത്തെ അനേകം അടരുകളുള്ള ഒരു ബഹുമുഖ വ്യവസ്ഥയായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ തർജ്ജമ നടത്തുന്ന ഇടപെടലിൻ്റെ സാഹിത്യവും രാഷ്ട്രീയവും വിശദീകരിക്കുന്നതാണ് ഉത്തമമായ തർജ്ജമ പഠനം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സംസ്കൃതത്തിൽ നിന്ന് ശാകുന്തളം, അതിനെ തർജ്ജമ ഫ്രഞ്ചിൽ നിന്നുള്ള പാവങ്ങൾ. സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ശാകുന്തളത്തിൽ തർജ്ജമ കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രഞ്ചിൽ നിന്ന് പാവങ്ങൾ എന്ന നോവൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. മോപ്പസാങ്ങിൻ്റെ ചില കഥകൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാഹിത്യ വ്യവസ്ഥയിൽ വരുത്തിയ മാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. പാവങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഈ പറഞ്ഞ ശാകുന്തളം, മലയാള ശാകുന്തളം അല്ലെങ്കിൽ പിന്നെ മണിപ്രവാള ശാകുന്തളം, ഭാഷാ ശാകുന്തളമൊക്കെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ മോപ്പസാങ്ങിൻ്റെ കഥകൾ. അപ്പോൾ ആർക്ക് വേണ്ടി എങ്ങനെ എന്തിനു തർജ്ജമ ചെയ്തു എന്ന ചോദ്യ പരമ്പരയുടെ ഉത്തരങ്ങളാണ് ഇന്നത്തെ നിലയിലുള്ള തർജ്ജമാ പഠനങ്ങൾക്ക് മാതൃകാപരമായ തുടക്കം കുറിക്കേണ്ടതെന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ മൂലത്തിൻ്റെ, അതായത് മൂലകൃതിയുടെ വ്യതിരിക്തത ലക്ഷ്യത്തിൽ നിലനിർത്തുന്നതായിരിക്കണം തർജ്ജമ എന്നും, ലക്ഷ്യഭാഷയിൽ അലിഞ്ഞു ചേർന്ന് പോകുന്ന തർജ്ജമ ഒരു പുതുമയായിട്ട് ലക്ഷ്യഭാഷയിൽ മാന്യസ്ഥാനം നേടിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്, ഓരോ ഭാഷയിലെയും ബഹുമുഖ സാഹിത്യ വ്യവസ്ഥയുടെ ഭാഗമായ കെട്ടുപാടുകൾക്ക് അനുസരിച്ചിട്ടാണ് തർജ്ജമയുടെ നിലയും വിലയെന്നാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് സംസ്കാര പഠനത്തിനോടൊപ്പം തന്നെ അതൊരു സാമൂഹിക പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ട് അല്ലേ. മറ്റെല്ലാ സാമൂഹിക വ്യവഹാരങ്ങൾ എന്ന പോലെ തർജ്ജമയിലും അധികാരവും അറിവും തമ്മിലുള്ള ബന്ധം വളരെ നിർണായകമാണ്. അപ്പോൾ ഇവയെ കൂട്ടിയിണക്കി വാക്കിൻ്റെ തീർച്ചയും മൂർച്ചയും സർഗാത്മകതയും അത് വിശദീകരിച്ചും വാക്കിൻ്റെ കൂടെയുള്ള ലോകബോധത്തെ ഗൗനിച്ചും തർജ്ജമ സിദ്ധാന്തം വികസിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഹോമി ജെ ബാവ അല്ലെങ്കിൽ ഗായത്രി സ്പിവാക്ക് അവരൊക്കെ വളരെ തർജ്ജമ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ സിദ്ധാന്തങ്ങൾ ഇത്തരത്തിൽ സാംസ്കാരിക വ്യത്യാസങ്ങളുടെ അനിശ്ചിതമായിട്ട് ധ്രുവങ്ങൾക്കിടയിൽ അപൂർണമായിട്ട് തുടരുന്ന ക്ലേശകരമായ പ്രവൃത്തിയായിട്ട് തർജ്ജമയെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇന്നും സംവേദന പ്രക്രിയയെ ഒരു സാംസ്കാരിക പ്രശ്നമാക്കി അവതരിപ്പിക്കാൻ കഴിഞ്ഞവരാണ്. അവരുടെ ഇവരൊക്കെ പോസ്റ്റ് കൊളോണിയൽ ഫെമിനിസ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സൈദ്ധാന്തിക സമീപനങ്ങൾ നൽകുന്ന വെളിപാടുകൾ ഇവരുടെ രചനയിൽ കാണാൻ പറ്റും. ഈ ഗായത്രി സ്പിവാക്കിൻ്റെയും ഹോമി ജെ ബാവയുടെ കൃതികളൊക്കെ എന്താണ്, അവർക്ക് പോസ്റ്റ് കൊളോണിയൽ അല്ലെങ്കിൽ പറഞ്ഞ ഫെമിനിസ്റ്റ് സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആളുകളാണ്. അപ്പോൾ ഏതൊരു തർജ്ജമയും അപൂർണമാണെന്നും പക്ഷാപാതമാണെന്നും സ്പിവാക്ക് പറയുന്നത് അത് ഓർത്തു വെക്കണം കേട്ടോ. ഏതൊരു വിവർത്തനവും അപൂർണമാണെന്നും അല്ലെങ്കിൽ ഏതൊരു തർജ്ജമയും അപൂർണമാണെന്നും പക്ഷാപാതപരമാണെന്നും സ്പിവാക്കാണ് സമർത്ഥിക്കുന്നത്. എന്താണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഏതു തർജ്ജമയും അപൂർണമാണെന്നും പക്ഷാപാതപരമാണെന്നും സമർത്ഥിച്ചതായിരുന്നു വെച്ചാൽ സ്പിവാക്കാണ്. അതുപോലെ മറ്റൊന്ന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് പദ തർജ്ജമയേക്കാൾ സ്വതന്ത്ര തർജ്ജമയാണ് ഭാഷയെയും സാഹിത്യത്തെയും പരിപോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ബെഞ്ചമിനാണ്, വാൾട്ടർ ബെഞ്ചമിനാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് സ്പിവാക്ക് പറയുന്നത്. എന്താണ്, ഏതൊരു തർജ്ജമയും അപൂർണമാണെന്നും പക്ഷാപാതമാണെന്നാണ് സ്പിവാക്ക് പറയുന്നത്. അപ്പോൾ തർജ്ജമക്കാരൻ്റെ ആരാണ് തർജ്ജമ ചെയ്യുന്നത് അവൻ്റെ നിലപാട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, തർജ്ജമയുടെ സാഹിത്യവും അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന നിലപാട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ തർജ്ജമകളിലെ പുരുഷ കളങ്കം നീക്കിക്കളയാണ്ട് ഫെമിനിസ്റ്റുകൾ തീവ്ര ശ്രമം നടത്തുന്നത്. ബൈബിൾ കൂടുതലും വിവർത്തനം ചെയ്തത് സ്ത്രീകളാണ്, അല്ല പുരുഷന്മാരാണ്.
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നവീന പഠനം തർജ്ജമക്കാരന് ഒരു സംവിധായകനോടാണ് ഉപമിക്കുന്നത്. എന്താണ്? ലിഖിത പാഠത്തെ ഒരു അരങ്ങിന് വേണ്ടിയിട്ട് വ്യാഖ്യാനിക്കുന്ന സംവിധായകനെ പോലെയാണ് തർജ്ജമക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ അരങ്ങിലെ വഴക്കങ്ങൾ പോലെയാണ് ഭാഷയിലെ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ വെള്ളക്കാരൻ പൗരസ്ത്യ ദേശത്തു നിന്നുള്ള കൃതികൾ തർജ്ജമ ചെയ്യുമ്പോൾ അവയെല്ലാം യൂറോപ്യൻ വഴക്കത്തിലേക്ക് മെരുക്കിയെടുക്കുന്ന കാണാൻ പറ്റും. വെള്ളക്കാരൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു കൃതി അവരുടെ ഭാഷയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ ഭാഷക്കനുസരിച്ചുകൂടെ അതിനെ മെരുക്കിയെടുക്കുന്ന കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് ഉദയംപേരൂർ സൂനകദോസ് 1599 നടന്നിട്ടുള്ള ഉദയംപേരൂർ സൂനകദോസിൻ്റെ മലയാളം കാനോനുകൾ യൂറോപ്യൻ ഭാഷകൾക്ക് തർജ്ജമ ചെയ്ത സമയത്ത് ഇഷ്ടപ്പടി കൂട്ടലും കിഴിക്കലും നടത്താൻ വെള്ളക്കാരന് മടി തോന്നിയിട്ടില്ല. അതല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുമായിട്ട് പഴശ്ശിരാജയെ പോലുള്ള നാട്ടുവാഴികൾ നടത്തിയിട്ടുള്ള കത്തിടപാടുകളും ഇപ്രകാരം ഇംഗ്ലീഷ് വഴക്കങ്ങളിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മഹേശ്വേത ദേവിയുടെ സ്തനദായിനി എന്നതിനെ ദ വെറ്റ് നേഴ്സ് ആക്കാണ്ട് സാഹിബിന് മടിയില്ല. ഇപ്പോൾ ഗായത്രി സ്പിവാക്ക് നോവലിൻ്റെ ശീർഷകം ബ്രസ്റ്റ് ഗിവർ എന്നാക്കിയതിൻ്റെ ഔചിത്യം ഇവിടെ പരിഗണിക്കേണ്ടത്. എന്താണ്? മഹേശ്വേത ദേവിയുടെ സ്തനദായിനി എന്ന് പറഞ്ഞ കൃതിയെ ബ്രസ്റ്റ് ഗിവർ എന്നാണ് പിന്നെ സ്പിവാക്ക് പറഞ്ഞത്. എന്നാൽ സാഹിബ് എന്താണ്? ദ വെറ്റ് നേഴ്സ് എന്നാണ് അതിന് പേര് നൽകുന്നുള്ളത്. അപ്പോൾ സ്പിവാക്ക് പറയുന്നത് ദേവിയുടെ, അതായത് മഹാശ്വേത ദേവിയുടെ ഭാഷയിലുള്ള മുള്ള് ഇംഗ്ലീഷ് ഭാഷയുടെ നിരപ്പിന് വേണ്ടി പിഴുതു കളയരുതെന്നാണ് സ്പിവാക്ക് വാദം. അപ്പോൾ എന്താണ്? ഒന്നിന്ന് മറ്റൊന്നിലേക്ക് വിവർത്തനം ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് വിവർത്തനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ സൂസൻ ബസ്നെറ്റിൻ്റെ നിലപാട് എന്താണ്? ഇത്തരം സമീപനം തർജ്ജമയുടെ സാഹിതീയതയും പ്രസാദവും പാടാത്വവും ഭാവ തരംഗവും നശിപ്പിക്കുന്നതാണ് സൂസൻ ബാസ്നെറ്റിൻ്റെ നിലപാടെന്ന് പറയുന്നത്. എന്താണ്? അപ്പോൾ സാഹിത്യ തത്വം മുൻനിർത്തിയാലും തർജ്ജമയിലെ രാഷ്ട്രീയം മറന്നു പോകരുത്. അപ്പോൾ അധികാരം ഭാഷയുടെ ഇടനാഴികളിൽ നിൽക്കുന്നു എന്ന തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് വിവർത്തനം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ തർജ്ജമയിൽ ഉൾപ്പെടുന്ന കൃതി മൂലഭാഷയിലും ലക്ഷ്യഭാഷയിലും എന്ത് പങ്ക് വഹിക്കുന്നു എന്ന അന്വേഷണമാണ് സംസ്കാര പഠനത്തിൻ്റെ സംഘർഷ ഭൂമിയോളം ഗവേഷണം എത്തിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ഇന്നത്തെ തർജ്ജമ പഠനത്തെ ഏറെ വിലമതിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബ്രസീലിൽ പോസ്റ്റ് കൊളോണിയൽ പഠനം തർജ്ജമയെ മാംസഭോജനത്തോടാണ് ഉപമിക്കുന്നുള്ളത്. ഹരോൾഡ് കാമ്പോസും അഗസ്ത കാമ്പോസുമാണ് ഈ സിദ്ധാന്തത്തിൽ. അത് ഓർത്തു വെക്കണം കേട്ടോ. എന്താണ്? ഹരോൾഡ് കാമ്പോസും അഗസ്ത കാമ്പോസുമാണ് എന്താണ് തർജ്ജമ പഠനത്തെ അല്ലെങ്കിൽ തർജ്ജമയെ മാംസഭോജനത്തോട് ഉപമിക്കുന്നത് ബ്രസീലിയ. അതായത് അവർ പറയുന്നത് എന്താണ്? അവൻ്റെ ശരീരരത്നങ്ങൾ ഭക്ഷിച്ച് നരഭോജികൾ പരിപോഷണം നേടുന്നത് പോലെ യൂറോപ്യൻ കൃതികൾ തർജ്ജമയിലൂടെ ഉൾക്കൊണ്ട് ബ്രസീലിയൻ സാഹിത്യം പരിപുഷ്ടി നേടിയെന്നാണ് പറയുന്നത്. അതായത് ബ്രസീലിയൻ കാര്യമാണ്. എന്താണ്? യൂറോപ്യൻ കൃതികൾ ട്രാൻസ്ലേഷൻ വഴി അവരെന്ത് ചെയ്തു? ബ്രസീലിയൻ സാഹിത്യത്തിലേക്ക് എത്തി. അങ്ങനെ ബ്രസീലിയൻ സാഹിത്യ പരിപുഷ്ടി നേടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു രൂപകം അതായത് വളരെ രസകരമല്ല. ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മളെ ഭാഷ വളർന്നത് സായിപ്പന്മാരുടെ കൃതികൾ ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് സുഖകരമായൊരു സംഭവമായിരിക്കില്ല. അതേപോലെ തന്നെ സുഖകരമല്ലാത്ത ഈ ഒരു രൂപകം എന്താണ്? പോസ്റ്റ് കൊളോണിയൽ പോസ്റ്റ് മോഡേൺ തർജ്ജമ സിദ്ധാന്തത്തിൻ്റെ കാതലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ മൂലകൃതിക്ക് സംഭവിക്കുന്ന സ്ഥാനഭ്രംശം പോസ്റ്റ് കൊളോണിയൽ പഠനത്തിൻ്റെ ജ്ഞാന സമുച്ചയത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നതിന് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കനേഡിയൻ തർജ്ജമ സിദ്ധാന്തക്കാർ പ്രത്യേകിച്ച് ഫെമിനിസ്റ്റുകൾ അവരുടെ ദൗത്യം രാഷ്ട്രീയ സ്വഭാവമുള്ളതാണെന്ന് തുറന്നു പ്രഖ്യാപിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാഷാപരമായ കണ്ടുപിടുത്തമാണ് തർജ്ജമക്കാരുടെ നിയോഗമെന്നും അവരുടെ പ്രവർത്തനം വഴി മൂലകൃതിയുടെ സമ്പത്ത് വർദ്ധിക്കുന്നൊക്കെ അവർ വാദിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്ത് ഈ പറയുന്ന തർജ്ജമ എന്ന് പറയുന്നത് കേവലം ഈ പറയുന്ന ഒരു ഭാഷയിൽ നിന്ന് തതുല്യമായ പദങ്ങൾ മറ്റു ഭാഷയിൽ കണ്ടെത്തി വിവർത്തനം ചെയ്യപ്പെടുന്ന എന്നൊരു ചിന്തയിൽ നിന്ന് മാറിക്കൊണ്ട് അവരെന്ത് ചെയ്തു? അതിന് കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി. അവരെന്ത് ചെയ്തു? അതിനെ സംസ്കാര പഠനവുമായിട്ടും ഫെമിനിസവുമായിട്ടും പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ പഠനങ്ങളായിട്ടൊക്കെ ബന്ധപ്പെടുത്തി. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരും പിന്നെ എഴുത്തച്ഛനൊക്കെ എന്താണ് പുരാണ ഇതിഹാസങ്ങളെ വെച്ചുകൊണ്ടാണ് അവർ കൃതികൾ എഴുതിയത്. അങ്ങനെ അവരൊരു അതിക്രമം നടത്തി. ഈ പറയുന്ന കൃതികൾക്ക് മേലൊരു അതിക്രമം നടത്തി. അങ്ങനെ നടത്തിയ അതിക്രമം എന്ന് പറയുന്നത് എന്താണ്? ഓരോ ഭാഷയിലൂടെയും മഹാഭാഷകൾ വികസിപ്പിക്കുന്നതിന് സഹായിച്ചു എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭാഷയിൽ നിന്ന് ലോകം മറ്റൊരു ഭാഷയ്ക്ക് പകരുക എന്ന തർജ്ജമയെ സംബന്ധിച്ച പഴയ കാഴ്ചപ്പാടുകൾ കാലഹരണപ്പെട്ട് ഒരു വ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു വ്യവസ്ഥയിലേക്കുള്ള പൊഴിച്ചെടുത്ത് എന്ന നിലയിലേക്ക് മാറിയതിൻ്റെ വിവരണമാണ് ലേഖകൻ പറയുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുതിയ കാലത്ത് മൂലഭാഷയിൽ നിന്ന് ലക്ഷ്യഭാഷയിലേക്കുള്ള മൊഴിമാറ്റമല്ല തർജ്ജമ എന്ന് പറയുന്നത്. എന്താണ്? മറിച്ച് മാനവിക സാമൂഹ്യ ശാസ്ത്ര പഠനങ്ങളിലെല്ലാം ഉണ്ടായ പരിണാമങ്ങൾ തർജ്ജമാ പഠനത്തിനും ബാധകമാണെന്ന് ലേഖനം സമർത്ഥിക്കുന്നുണ്ട്.
ഇപ്പോൾ ഹോമി ജെ ബാവ അല്ലെങ്കിൽ ഹോമി കെ ബാവ, ഹോമി ജെ അല്ല ഹോമി കെ ബാവ ഉണ്ട്, ഗായത്രി സ്പിവാക്ക് തുടങ്ങിയ നിരീക്ഷണങ്ങൾ അദ്ദേഹം വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ പുതിയ കാലഘട്ടത്തിലെ തർജ്ജമാ പഠനം ഒരു സാംസ്കാരിക പഠനമായിട്ട് ഉയരുകയും മൂലകൃതിയിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിലൂടെ അതിൻ്റെ മഹത്വം വെളിപ്പെടുകയും ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എന്താണ് ഒരു വിവർത്തനം ചെയ്യുമ്പോൾ അതിന് വിശ്വാസ്യതയേക്കാൾ സ്വതന്ത്രത ആയിരിക്കണം, അതായത് സ്വതന്ത്ര ഇതായിരിക്കണം വിവർത്തനമായിരിക്കണം. വിശ്വാസ്യതയല്ല പ്രധാനം, മൂലകൃതിയോട് വിശ്വാസ്യതയേക്കാൾ സ്വതന്ത്രത നിലനിർത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ തർജ്ജമ എന്തെന്നും അതിൻ്റെ ഗുണവിശേഷങ്ങൾ എന്തെന്നും പറഞ്ഞ് പഴകിയ രീതി വിട്ട് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ രീതിയിൽ സമീപിക്കാൻ ശ്രമിക്കണം എന്നാണ് ഇതിനകത്ത് സ്കറിയ നമ്മളോട് സൂചിപ്പിക്കുന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേ ആളുകളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നോക്കുക. ഈ ഒരു ലേഖനം കുറച്ച് വലിയൊരു ലേഖനമാണ്, വായിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുന്ന ലേഖനങ്ങളല്ല. എങ്കിലും ഇതിനകത്ത് കുറേ പേരുടെ സ്പിവാക്കിൻ്റെ അഭിപ്രായം, ബെഞ്ചമിൻ്റെ അഭിപ്രായം, അത്തരം അഭിപ്രായങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുക. ഇപ്പോൾ നവീന തർജ്ജമാ പഠനം തർജ്ജമാകാരനെ ഉപമിക്കുന്ന ആരോടെന്ന് ചോദ്യമുണ്ട്. അപ്പോൾ നവീന തർജ്ജമാ പഠനം തർജ്ജമക്കാരനെ സംവിധായകനോടാണ് ഉപമിക്കുന്നത്. അപ്പം അത്തരം ചോദ്യങ്ങൾ ഈ ഒരു പാഠഭാഗത്തു നിന്ന് ഉണ്ടാവാം. നമുക്ക് അവസാനത്തെ നോക്കാനുള്ളത് ഒരു യൂണിറ്റ് കൂടിയുണ്ട്. എന്താണ്? ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള വിവർത്തന പരിശീലനം എന്ന് പറയുന്ന യൂണിറ്റാണ്. ഇതിനകത്ത് വരുന്ന ചോദ്യങ്ങളാണ് ഔട്ട് ഓഫ് ഹാൻഡ്, അതിൽ ഉചിതമായ പ്രയോഗം. ഇത്തരത്തിൽ നമുക്ക് പ്രയോഗിക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. അതായത് നമുക്ക് ഇത്തരത്തിൽ ചില ഇംഗ്ലീഷ് പദങ്ങൾ തന്നതിനെ മലയാളത്തിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ മലയാളത്തിലെ പദങ്ങൾ തന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാനോ ആയിരിക്കും തരുന്നത്. അത് നമ്മളെന്താണ് കാണാതെ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല, കുറച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് വിവർത്തനം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ രാമ ആൻഡ് ഹിസ് വൈഫ് വെൻറ്റ് ഫോർ എ സിനിമ. അപ്പോൾ ഈ ഒരു വാക്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന സമയത്ത് രാമനും ഭാര്യയും സിനിമയ്ക്ക് പോയി എന്ന് മതി അല്ലേ. അപ്പോൾ ഹിസ് വൈഫ് എന്നൊരു സാധനം അവിടെ ഇംഗ്ലീഷിൽ ചേർത്തണം. എന്താണ്? രാമനും മറ്റു പലരുടെയും ഭാര്യമാരുടെ കൂടെ സിനിമയ്ക്ക് പോകുന്നത് അനുവദനീയമായ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൽ എന്താണ്? രാമൻ്റെ ഭാര്യ ഒരുമിച്ചല്ല മറ്റു ഭാര്യമാരുടെ ഒരുമിച്ചിട്ടും പോവാം, മറ്റുള്ളവരുടെ ഭാര്യമാരുടെ ഒരുമിച്ച് സിനിമയ്ക്ക് പോവാം. എന്നാൽ അപ്പോൾ ഹിസ് വൈഫ് എന്ന് പറയുന്ന പദം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ ചെയ്യുന്ന സമയത്താണ്. രാമ ആൻഡ് ഹിസ് വൈഫ് വെൻറ്റ് ഫോർ എ സിനിമ. അവിടെ ഹിസ് വൈഫ് തന്നെ വേണം. കാരണം എന്താണ്? അവിടെ പാശ്ചാത്യമാരുടെ അടുത്ത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ മറ്റൊരാളെ ഭാര്യ ഒരുമിച്ചായൊക്കെ പോകുന്നതിന് പ്രശ്നമില്ല. എന്നാൽ ഇവിടെയാണെങ്കിൽ രാമൻ ഭാര്യയുടെ കൂടെ സിനിമയ്ക്ക് പോയി എന്ന് പറയുമ്പോൾ അവിടെ അത് രാമൻ്റെ ഭാര്യ തന്നെ ആയിരിക്കും, അവിടെ മറ്റൊരു സ്ത്രീ ആയിരിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. അതുപോലെ രാമ കിൽസ് എ സ്നേക്ക്. ഇവിടെ രാമൻ ഒരു പാമ്പിനെ കൊന്നു എന്ന് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. രാമ കിൽസ് എ സ്നേക്ക് എന്ന് പറയുന്നിടത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മലയാളത്തിലാണെങ്കിൽ രാമൻ പാമ്പിനെ കൊന്നു എന്ന് മതി, രാമൻ ഒരു പാമ്പിനെ കൊന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ട് ഭാഷകൾ തമ്മിലുള്ള ഘടനാപരമായ വ്യത്യാസമാണ്. എന്താണ്? രാമ കിൽസ് എ സ്നേക്ക്, അവിടെ എന്താണ്? രാമ കർത്താവ്, കിൽസ് ക്രിയ, അതിനുശേഷമാണ് എന്താണ് വരുന്നത്? കർമ്മം വരുന്നത്. സ്നേക്കാണ് കർമ്മം. എന്നാലും മലയാളത്തിൽ വരുമ്പോൾ രാമൻ പാമ്പിനെ കൊന്നു, രാമൻ കർത്താവ്, പാമ്പ് കർമ്മം, കൊന്നു ക്രിയ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ രണ്ട് ഭാഷകൾ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. പശു പുല്ല് തിന്നു എന്ന മലയാള പദം ഇംഗ്ലീഷിൽ വരുന്ന സമയത്ത് കൗ ഈറ്റ്സ് ഗ്രാസ് എന്നാവുന്നു. ഈറ്റ്സ് രണ്ടാമതൊന്നാണ്, ഈ ക്രിയ രണ്ടാമത്. അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ ഒരു വാക്യം തന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇംഗ്ലീഷ് എഴുതുന്ന സമയത്ത് ക്രിയ രണ്ടാമത് വരും, മലയാളത്തിൽ എഴുതുമ്പോൾ ക്രിയ അവസാനം വരും എന്നുകൂടി ശ്രദ്ധിക്കുക. അത്തരത്തിൽ രണ്ട് ഭാഷകളിൽ നിന്ന് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിൽ വിവർത്തനം ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? പ്രത്യേകിച്ച് ഈ പറയുന്ന സർഗാത്മക കൃതികളാണ് വിവർത്തനം ചെയ്യുന്നതെങ്കിൽ സർഗാത്മകമായ കൃതികൾ വിവർത്തനം ചെയ്യുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യുമ്പോൾ കഴിയുന്നതും അന്യഭാഷയുടെ അപരിചിതത്വം വിവർത്തനത്തിൽ പ്രകടമാകാതെ വേണം നമ്മൾ വിവർത്തനം ചെയ്യേണ്ടതെന്ന് കാണാൻ പറ്റും. എന്താണ്? അന്യഭാഷയുടെ ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല, അപരിചിതത്വം ഉണ്ടാവാൻ പാടില്ല. അത് പരീക്ഷയ്ക്ക് ചോദിക്കാട്ടോ. അതായത് കഴിയുന്നതും സ്വാഭാവികമാവണം വിവർത്തനം എന്ന് പറയുന്നത്. അതേസമയത്ത് അന്യ സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും ബോധം കൈവടിയാണ്. എന്താണ്? മറ്റൊരു ഭാഷയിലുള്ള സംസ്കാരത്തെയും ബോധത്തെയും കുറിച്ചാണ് എഴുതുന്നത്. അപ്പോൾ അതിൽ അന്യ സംസ്കാരത്തിൻ്റെയും ഭാഷയുടെ ബോധം കൈവടിയാനും പാടില്ല. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ നല്ല നൈപുണ്യമാണ്, നല്ല കഴിവുണ്ടായ ഒരാൾക്ക് മാത്രമേ ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂ. അതുകൊണ്ടാണ് വിവർത്തന സൃഷ്ടിയും സർഗാത്മകമാകുന്നത്. അപ്പോൾ വിവർത്തന ഭാഷ അപരിചിതവും സങ്കീർണവുമായാൽ അത്തരം വിവർത്തനത്തിൻ്റെ പ്രസക്തി തന്നെ ചോദ്യാർഹമാവുമെന്ന് കാണാൻ പറ്റും. ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, വാമൊഴി പ്രയോഗങ്ങൾ തുടങ്ങിയവയൊക്കെ സർഗാത്മക വിവർത്തനത്തിൻ്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ മൂലഭാഷയെ അതേപടി അനുകരിക്കാൻ ശ്രമിക്കാതെ
ലക്ഷ്യഭാഷയിൽ തതുല്യ പ്രയോഗങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഇപ്പം നാലപ്പാട് നാരായണ മേനോൻ്റെ പാവങ്ങളുടെ തർജ്ജമ, NK ദാമോദരൻ്റെ ദസ്തയോവ്സ്കി തുടങ്ങിയ കൃതികളുടെ വിവർത്തനം ഇതിനൊക്കെ ഉദാഹരണമാണ്, അനുയോജ്യമായ ഉദാഹരണങ്ങളാണെന്ന് കാണാൻ പറ്റും. പിന്നെ സാങ്കേതികമായ പദങ്ങൾ വിവർത്തനം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുണ്ട്. അത്തരം സാങ്കേതികമായ പദങ്ങൾ ഇപ്പോൾ ടു ബി ഓൾ ഐസ്, കണ്ണിൽ എണ്ണയൊഴിക്കുക, അതുപോലെ ഔട്ട് ഓഫ് ഹാൻഡ്, പിന്നെ ടു ക്യാച്ച് റെഡ് ഹാൻഡഡ്, തൊണ്ടിയോടെ പിടിക്കുക. അത്തരത്തിൽ ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ബാഗ്, പൂച്ച പുറത്താക്കുക. അല്ലെങ്കിൽ വു വിൽ വെൽ ദ ക്യാറ്റ്, പൂച്ചക്കാരി മണി കെട്ടും. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങളായിരിക്കും പരീക്ഷ. ചിലപ്പോൾ ഇങ്ങനെ വരാം, എന്താണ് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ഈ പാരഗ്രാഫ് മലയാളത്തിൽ തന്നിട്ട് അതിന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രയോഗിക്കാൻ അറിയേണ്ടത്, അത് നിങ്ങൾ കാണാതെ പഠിച്ചു പോകേണ്ട ആവശ്യമില്ല, മറിച്ചിട്ട് എന്താണ് മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, അതാണ് ഈ ഒരു ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ കുറച്ച് പദങ്ങൾ തന്നിട്ട് ഇപ്പോൾ ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ. ഔട്ട് ഓഫ് ഹാൻഡ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് നിയന്ത്രണാതീതം, അല്ലെങ്കിൽ നിപ്പ് ഇൻ ദ ബഡ്, മുളയിലേ നുള്ളുക, അത് ചിലപ്പോൾ ചോദിക്കാം. ടു ഈറ്റ് വൺസ് വേർഡ്, എന്താണ് ടു ഈറ്റ് വൺസ് വേർഡ് എന്ന് പറയുന്നത് തെറ്റ് സമ്മതിക്കുക. മാൻ പ്രപ്പോസ് ഗോഡ് ഡിസ്പോസ്, അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, എന്താണ് മനുഷ്യൻ ഇച്ഛിക്കുന്നത് ദൈവം കൽപ്പിക്കുന്നു. പിന്നെ പഴഞ്ചൊല്ലുകൾ, തതുല്യമായ പഴഞ്ചൊല്ലുകൾ ചോദിക്കുക, എന്താണ് ഫേസ് ഈസ് ഇൻഡെക്സ് ഓഫ് മൈൻഡ്, മുഖം മനസ്സിൻ്റെ കണ്ണാടി. ദ ബാർക്കിംഗ് ഡോഗ് ഷെൽഡോം ബീറ്റ്സ്, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. അല്ലെങ്കിൽ മെനി എ മെക്കിൾ മേക്ക് എ മക്കിൾ എന്ന് പറയുന്നത് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, അതുകൂടി പഠിക്കുക. ഇത്തരം കാര്യങ്ങളിൽ നിന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഈ നമ്മുടെ 4 യൂണിറ്റുകൾക്കായിട്ട് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ നിന്ന്, വിവർത്തനവുമായി ബന്ധപ്പെട്ട ബ്ലോക്കിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് കേട്ടതിന് ശേഷം പാഠപുസ്തകമൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കുക. ഏതെങ്കിലും വിധ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.